ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك عليه وعلى آله وصحبه أجمعين. اللهم اغفر لنا ولمشايخنا وللوالدين. اللهم علمنا ما ينفعنا وانفعنا بما علمتنا. رب زدنا علما. اللهم افتح بالخير واجعل عاقبة أمورنا خير. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. وما توفيقي إلا بالله، عليه توكلت وإليه أنيب. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. اللهم صل على محمد وعلى آل محمد وبارك وسلم عليه. كيف حالكم؟ الحمد لله. الله يعينكم، الله يحفظكم، الله يبارك فيكم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ സീറത്തിനെ ചെറിയ രീതിയിൽ പറയാനുള്ളൊരു ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അള്ളാഹു നമ്മളിൽ നിന്നും ഇത് സ്വീകരിക്കുമാറാകട്ടെ. ഏതൊക്കെ നല്ല ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണോ നമ്മളിത് തുടങ്ങിയത് അതൊക്കെ അള്ളാഹു പൂർത്തീകരിച്ച് തരുമാറാകട്ടെ. ഇതുകൊണ്ട് എന്തൊക്കെ ഗുണങ്ങളാണോ കിട്ടേണ്ടത് അതൊക്കെ അള്ളാഹു നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കേൾക്കുന്നതിലും പറയുന്നതിലുമൊക്കെ ഉപരിയായിട്ട് ജീവിതത്തിൽ പകർത്താനും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ യഥാർത്ഥ രീതിയിൽ സ്നേഹിക്കുന്ന നല്ലവരായ മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ കുറച്ച് കാലങ്ങൾക്ക് ശേഷം നമ്മൾ വീണ്ടും പുനരാരംഭിക്കുകയാണ് അല്ലേ. അള്ളാഹു അവസാനം വരെ പറഞ്ഞ് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് എനിക്കും നിങ്ങൾക്കും ഒക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പം ഉഹദ് യുദ്ധത്തെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മൾ പറഞ്ഞു ബദറിൽ അടി കിട്ടിയ അല്ലെങ്കിൽ നാശനഷ്ടങ്ങൾ സംഭവിച്ച മുശ്രിക്കീങ്ങൾ പ്രതികാരമെടുക്കാൻ വേണ്ടിയിട്ട് മദീനത്തേക്ക് വന്നു, ഉഹദിൽ തമ്പടിച്ചു. അതറിഞ്ഞ് എത്ര പേര് ആദ്യം പുറപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂട്ടത്തിൽ 1000-ഓളം പേര് പുറപ്പെട്ടു. അതിൽ 300-ഓളം പേര് മുനാഫിക്കീങ്ങളുടെ നേതാവ് കുത്തിത്തിരിപ്പാക്കി പിന്തിരിപ്പിച്ചു കൊണ്ടുവന്നു. ബാക്കി 700 പേര് ബാക്കിയായി. അവരെ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിൻ്റെ അടുക്കലേക്ക് പോയി. മദീന ഈ ഭാഗത്താണെങ്കിൽ ഉഹദിൻ്റെ ഭാഗത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തമ്പടിച്ചു. ശത്രുക്കൾ ഇവിടെ, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവിടെ. ഈ ഭാഗത്തായിട്ട് ശത്രുക്കളുടെ വലതു ഭാഗത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇടതു ഭാഗത്തായിട്ട് ഒരു മലയുണ്ടായിരുന്നു. ആ മലയിൽ ജബലുർ റുമാത്ത് എന്ന് ഇന്ന് നമ്മൾ അറിയുന്ന, കേൾക്കുന്ന, കാണുന്ന ആ മലയുടെ മുകളിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏകദേശം 50ഓളം സഹാബാക്കളെ നിർത്തി. എന്ത് വന്നാലും, ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും നിങ്ങൾ അവിടെ നിന്ന് ഇറങ്ങരുത് എന്ന് കൽപ്പിച്ചു. ചുരുക്കി പറയാല്ലേ, ഉഹദ് രണാങ്കണം ആരംഭിക്കുന്നു. മുസ്ലിമീങ്ങൾക്ക് വ്യക്തമായ വിജയം ലഭിക്കുന്നു. ശത്രുക്കൾ ഇങ്ങനെ പിന്തിരിഞ്ഞോടുന്നു, മുസ്ലിമീങ്ങൾ അവരുടെ പിന്നാലെ ഓടുന്നു. ഈ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയെ ധിക്കരിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ട, സഹാബാക്കളോടുള്ള ബഹുമാനക്കേടായിപ്പോൾ വ്യാഖ്യാനിച്ചുകൊണ്ട്, യുദ്ധം തീരുന്നത് വരെയാണ് നബിതങ്ങൾ നമ്മളോട് ഇവിടെ നിൽക്കാൻ പറഞ്ഞത് എന്ന് വ്യാഖ്യാനിച്ചുകൊണ്ട് ഈ മലയുടെ മുകളിൽ നിർത്തിയ സഹാബാക്കൾ താഴേക്ക് ഇറങ്ങി വരുന്നു. 5 പേര് മാത്രം ഇവിടെ ബാക്കിയാവുന്നു. ഈ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇക്രിമത്ത് ബിൻ അബീ ജഹൽ, പിന്നീട് മുസ്ലിമായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുമ 2 പേരും അവരുടെ സൈന്യവുമായി ആ മലയുടെ പിന്നാലെ വന്ന് മുസ്ലിമീങ്ങളെ ആക്രമിക്കുന്നു. മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഓടുകയാണ്, പിന്നാലെ ശത്രുക്കൾ വന്നു. പിന്നാലെ ശത്രുക്കൾ വന്ന് ആക്രമണം തുടങ്ങിയപ്പോൾ ഓടിക്കൊണ്ടിരുന്ന മുശ്രിക്കീങ്ങളും പിന്തിരിഞ്ഞു വന്ന് മുസ്ലിമീങ്ങൾ ആക്രമിക്കാൻ തുടങ്ങി. അപ്പോൾ 2 വൻ ശക്തികൾക്ക് നടുവിലായി മുസ്ലിമീങ്ങൾ. അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രു ആര് മിത്രം ആര് എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത ഭീകരമായ ഒരവസ്ഥ. മുസ്ലിമീങ്ങൾ തന്നെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വെട്ടുകയും പല മുസ്ലിം സഹാബാക്കളും സ്വന്തം സഹോദരങ്ങളുടെ കൈകളാൽ കൊല ചെയ്യപ്പെടുകയും ചെയ്ത സംഭവങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു. ഈ സമയത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എവിടെയാണ് ഉണ്ടായിരുന്നത്? ഈ ശത്രു സൈന്യത്തിൻ്റെയും പിന്നിലായിട്ട് മലയുടെ ഭാഗത്തായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉണ്ടായിരുന്നത്. നബി തങ്ങളുടെ മുന്നിൽ 2 ഓപ്ഷൻ ഉണ്ട്. ഒന്നെങ്കിൽ സ്വന്തം ജീവനുമായി അവിടെ നിന്നിങ്ങനെ കറങ്ങി മദീനത്തേക്ക് രക്ഷപ്പെടാം. നബി തങ്ങളുടെ കൂട്ടത്തിൽ 11 അല്ലെങ്കിൽ 9 കുറച്ച് ആളുകൾ മാത്രമേ ഉള്ളൂ, അത്രയും ആളുകളേ ഉള്ളൂ. അതല്ലെങ്കിലോ സഹാബാക്കളെയെല്ലാം തിരിച്ചു വിളിച്ച് വീണ്ടും ഫോർമേഷൻ ചെയ്ത് ഒന്നുകൂടി ഒരു സൈന്യത്തെ പുനർക്രമീകരിച്ചുകൊണ്ട് ഒരു യുദ്ധത്തിന് വേണ്ടി കോപ്പ് കൂട്ടി രണ്ടാമതും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരുടെ നേതാവായി അവരെ സഹായിക്കാം. ഇങ്ങനെ 2 ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് ഓപ്ഷനാണ് തിരഞ്ഞെടുത്തത്?
സ്വന്തം ജീവനം കൊണ്ട് ഓടാൻ വേണ്ടി തീരുമാനിച്ചോ? ഇല്ല. മറിച്ച് സഹാബാക്കളെ, അല്ലയോ സഹാബാക്കളെ ഞാനിവിടെ ഉണ്ട് എന്ന് പറയുകയും അവരെ വിളിക്കുകയും ചെയ്തു. ഇതാദ്യം ആരാ കേട്ടത്? ശത്രുക്കളാണ് കേട്ടത്. കാരണം ശത്രുക്കൾ കഴിഞ്ഞിട്ട് പിന്നെയാണ് സഹാബാക്കളുള്ളത്, ശത്രുക്കളാണ് ബാക്കിലുള്ളത്. ഇത് കേട്ട ഉടനെ ശത്രുക്കളാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആദ്യം ഇരിച്ചെത്തിയത്. നബി തങ്ങളെ സംരക്ഷിക്കാൻ ആദ്യം 9 പേരും പിന്നെ 11 പേരും ഉണ്ടായിരുന്നു. അവരിൽ എല്ലാവരും ഓരോരുത്തർക്ക് പുറകെ ഓരോരുത്തരായിട്ട് സ്വന്തം ശരീരത്തെ പരിചയമാക്കി വെച്ച് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ ഷഹീദായി വീണു. അതിനുശേഷവും ശത്രുക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ആക്രമിക്കാൻ വന്നു. നബി തങ്ങൾക്ക് ഗുരുതരമായ പരിക്കേറ്റു. അതിൻ്റെയൊക്കെ വിശദീകരണം നമ്മൾ പറഞ്ഞു. അവസാനം ഏകദേശം 30 പേരോളം ആളുകൾ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിനെ പോലുള്ള സഹാബാക്കൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചുറ്റും കൂടുകയും ഇത്രയും അധികം ശത്രുക്കൾക്ക് പിടികൊടുക്കാതെ അവരിൽ നിന്ന് രക്ഷപ്പെട്ട് വളരെ അത്ഭുതകരമായ രീതിയിൽ അവരൊരു മലയുടെ മുകളിലേക്ക് ചെന്നെത്തുകയും ചെയ്തു. ഇവിടം വരെയാണ് നമ്മൾ പറഞ്ഞു അവസാനിപ്പിച്ചത്. അതിൻ്റെ ബാക്കി തുടർച്ചയായിട്ട് നമുക്ക് പറയാനുണ്ട്. അതിനു മുമ്പ് ഉഹദിൻ്റെ രണാങ്കണത്തിൽ വീരചരിതം സൃഷ്ടിച്ച, തങ്ങളുടെ ധൈര്യം കൊണ്ടും പോരാട്ടം കൊണ്ടും ത്യാഗം കൊണ്ടും ആത്മാർപ്പണം കൊണ്ടുമൊക്കെ ചരിത്രത്തിൽ ഇടം നേടിയ കുറച്ച് മഹത്തുക്കളായ സഹാബാക്കളെ കുറിച്ച് പറയാനുണ്ട്. അവരെക്കുറിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ള സംഭവങ്ങളിലേക്ക് നമുക്ക് കടക്കാം. ശരിക്കും ഇവരെക്കുറിച്ച് പറയുന്നത് എന്തിനാ? ഇവരുടെ പേര് നമ്മൾ അറിയണം, ചരിത്രം അറിയണം, അവരുടെ ത്യാഗം നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇവർ നമ്മളുടെ ഹീറോസായി മാറണം, നമ്മുടെ നേതാക്കളായി മാറണം, നമ്മുടെ റോൾ മോഡലുകളായി മാറണം. ശരിക്കും പറഞ്ഞാൽ നമ്മൾ വലിയൊരു കളിയരങ്ങ് അല്ലെങ്കിൽ ഒരു കായിക മാമാങ്കം അവസാനിച്ചതിൻ്റെ തൊട്ടടുത്തുള്ള ദിവസങ്ങളിലാണ് ഇപ്പോൾ നമ്മളുള്ളത്, അല്ലേ? വേൾഡ് കപ്പ് കഴിഞ്ഞതേ ഉള്ളൂ. സാധാരണ വേൾഡ് കപ്പൊക്കെ വരുമ്പം അതിൻ്റെ പേരിൽ ആവേശം കൊള്ളുന്ന ചെറുപ്പക്കാരോട് പള്ളിയിൽ നിന്ന് ഉസ്താദന്മാർ പ്രസംഗിക്കാറുണ്ട്. ഫുട്ബോൾ കളിക്കുന്ന അതിലെ ചാമ്പ്യന്മാരാകുന്ന ആളുകളെല്ലാം നിങ്ങൾ റോൾ മോഡലാക്കേണ്ടത്, സഹാബാക്കളെയാണ് നിങ്ങൾ റോൾ മോഡലാക്കേണ്ടതെന്ന് പറഞ്ഞ് നമ്മൾ കേട്ടുമടുത്ത ഒരു ക്ലീഷേ ഡയലോഗ് സാധാരണ പള്ളികളിൽ നിന്ന് ഉയർന്ന് കേൾക്കാറുണ്ട്. അത് കേൾക്കുമ്പോൾ തന്നെ ഇന്നത്തെ ചെറുപ്പക്കാർക്കൊരു ദേഷ്യം വരില്ല, കാരണം കേട്ടുമടുത്ത്. പക്ഷെ അതിനങ്ങനെ വെറുതെ ഒരു ഡയലോഗായി പറയുന്നതിനപ്പുറം സംഭവങ്ങൾ മുന്നിൽ വെച്ചിട്ട് നമ്മൾ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇപ്പം ഒരു കളിക്കാരൻ മികച്ച കളിക്കാരനാകുന്നത് എപ്പോഴാണ്? അവൻ്റെ കയ്യിലുള്ള അല്ലെങ്കിൽ കാലിലുള്ള ആ ചെറിയൊരു പന്ത് വളരെ മികവോടുകൂടി, കണ്ണഞ്ചിപ്പിക്കുന്ന അടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി എതിരാളികളെ കബളിപ്പിച്ച് വളരെ കൃത്യതാർന്ന തരത്തിൽ മുന്നോട്ട് നീങ്ങി അവസാനം തനിക്ക് നിശ്ചയിക്കപ്പെട്ട ചെറിയൊരു ലക്ഷ്യത്തിലേക്ക് ആ പന്തിന് അടിച്ച് കയറ്റുമ്പോഴാണ് നമ്മളറിയാതെ ചാടി എഴുന്നേറ്റ് കൈയടിച്ച് പോകുന്നത്, നമ്മുടെ രോമം എഴുന്നേറ്റ് നിന്നു പോകുന്നത്, അല്ലേ? അവരെയാണ് നമ്മൾ ലെജൻഡ്സ് എന്ന് വിളിക്കുന്നത്, അല്ലേ? ഗോട്ട്, ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അവരെങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ആയത്? ചെറിയൊരു പന്തിനെ വളരെ മികച്ച രീതിയിൽ കളിച്ച് എതിരാളികളെ കബളിപ്പിച്ച് തൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുമ്പോഴാണ്. പക്ഷേ നമ്മൾ സഹാബാക്കളുടെ ചരിത്രം എടുത്തു നോക്കിയാൽ അവരെങ്ങനെയാണ് ഗ്രേറ്റസ്റ്റ് ആയത്? അവരെങ്ങനെയാണ് മഹത്തുക്കളായത്? ഒരു കളി കളിച്ചിട്ടാണോ? നമ്മുടെ പച്ച മലയാളത്തിൽ നമ്മൾ പറയുകയാണെങ്കിൽ ചോരക്കളി കളിച്ചിട്ടാണ് അവരങ്ങനെ ഗ്രേറ്റസ്റ്റ് ആയത്. ചോര കൊണ്ടായിരുന്നു അവരുടെ കളി. അതിൻ്റെ രണാങ്കളത്തിലൊക്കെ അവരുടെ ചരിത്രം നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ സാധാരണ നല്ല കളിയാണെങ്കിൽ എന്ത് പറയാറുണ്ട്? അതിശയോക്തി പുലർത്തുന്ന ഒരു ഡയലോഗ് എന്ന രീതിയിൽ ജീവൻ മരണ പോരാട്ടം എന്ന് നമ്മൾ പറയാറുണ്ട് ഫുട്ബോൾ കളിയെക്കുറിച്ച്. ശരിക്കും അങ്ങനെ ഒരു വെറുതെ ജീവൻ മരണ പോരാട്ടമല്ല, ശരിക്കുള്ള ജീവൻ മരണ പോരാട്ടമാണ് ആര് കാഴ്ചവെച്ചത്? സഹാബാക്കൾ കാഴ്ച. ഒന്നെങ്കിൽ അവരുടെ ജീവൻ പോവും, അല്ലെങ്കിൽ അവർക്ക് മരിക്കേണ്ടി വരും. അങ്ങനെയുള്ള ജീവൻ മരണ പോരാട്ടം കാഴ്ചവെച്ച് ചോരക്കളി കളിച്ചിട്ടാണ് ഇവർ ഗ്രേറ്റസ്റ്റ് ആയത്, അല്ലാതെ ഒരു പന്തിനെ കൃത്യമായ ലക്ഷ്യത്തിൽ എത്തിച്ചിട്ടല്ല. ഇന്ന് നമ്മൾ തുടങ്ങുന്നത് തന്നെ ഖതാദത്ത് ബിൻ നുഅ്മാൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയുടെ ചരിത്രം പറഞ്ഞിട്ടാണ്. അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ഉഹദിൽ അദ്ദേഹത്തിന് എന്താ സംഭവിച്ചത്? ഉഹദിൽ അദ്ദേഹം ഇങ്ങനെ പോരാടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ കണ്ണിന് പരിക്ക് പറ്റി. ഒന്നെങ്കിൽ വാളുകൊണ്ട് വെട്ടുകിട്ടി, അല്ലെങ്കിൽ കുന്തം കൊണ്ട് ഏറ് കിട്ടി, അല്ലെങ്കിൽ ശത്രുക്കൾ കൈ കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ പുറത്തേക്ക് എടുത്തു. അങ്ങനെയുണ്ട്. വേറെ ഒരു ആയുധവും ഇല്ലാതിരിക്കുമ്പോൾ കൈ കൊണ്ട് ശത്രുക്കൾ ഇങ്ങനെ കണ്ണ് ചുഴിഞ്ഞെടുക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കണ്ണിന് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ ഫസാലത്ത് ഹിദ്ഖതുഹു അലാ വജ്നതിഹിന, അദ്ദേഹത്തിൻ്റെ കണ്ണിങ്ങനെ പറഞ്ഞു വന്ന് ആ ചെള്ളയുടെ മുകൾ ഭാഗത്തേക്ക് ഇങ്ങനെ വീണു. സുബ്ഹാനല്ലാഹ്. അത് ഞാൻ പറഞ്ഞ ചില്ലറ കളിയല്ല, ചോര കൊണ്ടുള്ള കളി, ചോരക്കളിയാ, ജീവൻ മരണ പോരാട്ടം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു സഹാബിയുടെ കണ്ണ് പരിക്ക് പറ്റിയെന്ന് പറഞ്ഞാൽ കണ്ണ് മുറിഞ്ഞു എന്നല്ല, കണ്ണിങ്ങനെ പറഞ്ഞു വന്നു, അതിങ്ങനെ ചെള്ളയുടെ മുകൾ ഭാഗത്ത് ഇങ്ങനെ തൂങ്ങിക്കിടക്കുക. സഹാബിയുടെ പേരെന്താ? ഖതാദ ഇബ്നു നുഅ്മാൻ. ചിലപ്പോൾ നമ്മൾ റളിയല്ലാഹു അൻഹു ആദ്യമായിട്ട് കേൾക്കുന്ന പേരായിരിക്കും. അങ്ങനെ ഈ കണ്ണിങ്ങനെ തൂങ്ങി നിൽക്കുന്ന ഈ കണ്ണും കൊണ്ട് അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളുടെ അടുക്കലേക്ക് വന്നു. ഫഅറാദു അൻ യഖ്തഉഹ, അവരെല്ലാവരും പറഞ്ഞു ഏതായാലും ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നതല്ലേ, ഇനി ചികിത്സിച്ചാലൊന്നും ശരിയാവും തോന്നില്ല, നമുക്ക് മുറിച്ച് കളയാമെന്ന് പറഞ്ഞു. അങ്ങനെ മുറിച്ച് കളയുന്നതിന് മുമ്പ് അവർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിട്ടൊന്ന് അഭിപ്രായം ആരാഞ്ഞു. നബിയെ, ഇതെന്ത് ചെയ്യണം, മുറിക്കണോ വേണ്ടേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ, വേണ്ട, മുറിക്കണ്ട.
ഫദആ ബിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് നബി തങ്ങളുടെ തള്ളവിരൽ കൊണ്ട് അതല്ലെങ്കിൽ കൈപ്പത്തി കൊണ്ട് ആ കണ്ണിനെ ഇങ്ങനെ അവിടെ വെച്ചിട്ടൊന്ന് അമർത്തി കൊടുത്തു. എന്നിട്ട് അദ്ദേഹം പറയുക, അത് അമർത്തിയതിന് ശേഷം എൻ്റെ കണ്ണ് പൂർണ്ണമായിട്ടും ഷിഫ ആയി. പിന്നീട് അങ്ങോട്ട് എൻ്റെ ഏത് കണ്ണിനാണ് പരിക്ക് പറ്റിയത് എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിൽ അത്രയും പെർഫെക്റ്റായി മാറി എൻ്റെ ഹബീബിൻ്റെ ബറക്കത്ത് കൊണ്ട് എന്ന് ആ സഹാബി പറയുമായിരുന്നു. അവസാന കാലഘട്ടത്ത് വയസ്സായ സമയത്തും അദ്ദേഹം പറയുമായിരുന്നു, എൻ്റെ ഈ രണ്ട് കണ്ണിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് കണ്ണാണോ തിരിച്ചു വെച്ചത് ആ കണ്ണിനാണ് കൂടുതൽ കാഴ്ച എന്ന് അദ്ദേഹം പറയുമായിരുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു. അത് നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മഹത്വ മുഅ്ജിസത്താണ്. സഹാബിയുടെ പേരെന്താ? ഖതാദത്ത് ബിൻ നുഅ്മാൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിൻ്റെ വേറെയും പല സംഭവങ്ങളും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ കാലഘട്ടത്തെയും അന്നത്തെ മദീനയൊക്കെ തിരിച്ചറിയാൻ പറ്റുന്ന സംഭവങ്ങളാണ്. അതുകൊണ്ട് നമുക്ക് അതും കൂടി പറയാം. അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു എന്ന സഹാബിയെ കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ ഉമ്മയൊത്ത സഹോദരനാണ് ഈ ഖതാദത്ത് ബിൻ നുഅ്മാൻ എന്ന സഹാബി. അബൂ സലമ ഇബ്നു അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റഹിമഹുല്ല എന്ന താബിഈ. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? അദ്ദേഹത്തിൻ്റെ മകൻ അബൂ സലമ റളിയല്ലാഹു അൻഹു പറയുക, അദ്ദേഹം താബിയാണ്. ഹിജ്റ 22 അദ്ദേഹം ജനിക്കുന്നത്. كان أبو هريرة يحدثنا عن رسول الله صلى الله عليه وسلم أنه قال إن في الجمعة ساعة لا يوافقها مسلم وهو في صلاة يسأل الله خيرا إلا آتاه إياه. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു സാധാരണ ജുമാ ദിവസത്തെക്കുറിച്ച് ഞങ്ങൾക്കൊരു ഹദീസ് പറഞ്ഞു വരുമായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരുളി, ജുമാ ദിവസത്തിൽ, ഇന്ന് വെള്ളിയാഴ്ച ആണല്ലോ, വെള്ളിയാഴ്ച എന്ന് പറഞ്ഞാൽ വ്യാഴാഴ്ച മഗ്‌രിബിന് ശേഷം തുടങ്ങി വെള്ളിയാഴ്ച മഗ്‌രിബോടുകൂടി അവസാനിക്കുന്നതിനാണ് അറബിയിൽ വെള്ളിയാഴ്ച ദിവസം എന്ന് പറയാം. ഈ വെള്ളിയാഴ്ച ദിവസത്തിൽ ഒരു സമയമുണ്ട്. ആ സമയത്ത് മുഅ്മിനായ ഒരു മനുഷ്യൻ ആ സമയത്തോട് യോജിച്ച് അതേ ടൈമിൽ തന്നെ അള്ളാഹുവിനോട് എന്ത് ചോദിച്ചാലും അള്ളാഹു അത് നൽകുമെന്ന് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു എപ്പോഴും ഞങ്ങൾക്ക് പറഞ്ഞു തരുമായിരുന്നു. വഖല്ലലഹ അബൂ ഹുറൈറ ബിയദിഹി. ഈ ഹദീസ് പറഞ്ഞതിന് ശേഷം അബൂ ഹുറൈറ ആ ടൈം വളരെ കുറച്ചാണ് കേട്ടോ എന്ന് പറഞ്ഞിങ്ങനെ ആക്ഷരം കാണിക്കുമായിരുന്നു. ആരാ പറയുന്നത്? അബ്ദുറഹ്മാൻ ബിൻ ഔഫിൻ്റെ മകൻ റളിയല്ലാഹു അൻഹു, അബൂ സലമ എന്ന് പറഞ്ഞ താബിഈ പറയാം. ഫലമ്മ തൂഫി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കൽ പോയിട്ട് അദ്ദേഹത്തോട് ഈ സമയം ഏത് സമയമാണെന്ന് ചോദിച്ചാലോ? ചിലപ്പോൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കിട്ടാത്ത ഹദീസ് ആർക്ക് കിട്ടിയിട്ടുണ്ടാവും? അബൂ സഈദ് റളിയല്ലാഹു അൻഹു കിട്ടിയിട്ടുണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലേക്ക് പോയി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഈന്തപ്പൊനക്കലയുടെ ഒരു ഉണങ്ങിയ തണ്ട് ഉണ്ടായിരുന്നു, ഒരു വടി പോലത്തെ തണ്ട്. ആ തണ്ട് അദ്ദേഹം ഇങ്ങനെ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഉർജൂൻ എന്നാണ് അറബിയിൽ അതിന് പറയാം, എന്താണ് ഈ ഉർജൂൻ, എന്താണ് അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ഇത് ഞങ്ങൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ബറക്കത്തുകൾ നൽകിയ ഒരു ഉർജൂനാണ്, ഒരു സാധനമാണ്. ഇതുകൊണ്ട് ഞങ്ങൾക്ക് കുറേ ബറക്കത്ത് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഈ വടി, ഈ തണ്ട് വളരെ ഇഷ്ടമായിരുന്നു. നബിതങ്ങൾ അതിനെ 3 വടിയാക്കിയിട്ട് ഉപയോഗിക്കുമായിരുന്നു. എന്തിനെ? ഈന്തപ്പനക്കൊലയുടെ ഈ തണ്ടിനെ. ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കാരത്തിന് വേണ്ടിയിട്ട്, പിന്നെ അദ്ദേഹം ഈ ഉർജൂനുമായിട്ട് ബന്ധപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കുറേ ചരിത്രം പറയാൻ തുടങ്ങി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പള്ളിയിലേക്ക് വരുന്ന സമയത്ത് നബിതങ്ങളുടെ ഖിബിലയുടെ മുന്നിലായിട്ട് ആ ചുമരിൽ ഒരു കഫം കണ്ടു, ആരോ തുപ്പി വെച്ചിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ഏതായാലും മുക്രിക്ക വരട്ടെ, അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് നിശ്ചയിക്കപ്പെട്ട ബായി വരട്ടെ എന്ന് വിചാരിച്ച് കാത്തുനിന്നു. ഇല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഈ ഉർജൂന് കൊണ്ട്, ഈ തണ്ട് കൊണ്ട് പതുക്കെ അതിനെ ഇങ്ങനെ ചുരണ്ടിയെടുക്കുകയും അതിനെ മാറ്റുകയും ചെയ്തു. ആരാ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നമസ്കാരത്തിലായിരിക്കുക, ആർക്കെങ്കിലും തുപ്പാൻ തോന്നിയാൽ അവനവൻ്റെ മുന്നിലേക്ക് ഒരിക്കലും തുപ്പരുത്. കാരണം അള്ളാഹുവാണ് അവൻ്റെ മുന്നിലുള്ളത്. അതുകൊണ്ട് 2 വശത്തോ അല്ലെങ്കിൽ ചെരുപ്പിനടിയിലോ നിങ്ങൾ തുപ്പണമെന്ന് പറഞ്ഞ് വളരെ ചെറിയ കാര്യത്തെ പോലും വളരെ സ്നേഹത്തോടു കൂടി സഹാബാക്കൾക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ചു കൊടുത്തു. അപ്പോൾ അദ്ദേഹം പറയാ, അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു, എപ്പോഴും കൂടെ കൊണ്ട് നടക്കുന്ന ഒരു സാധനമായിരുന്നു ഈ ഉർജൂൻ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അതിനെ ചെത്തി വൃത്തിയാക്കി നന്നാക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കൊണ്ടു കൊടുക്കുമായിരുന്നു. ഒരിക്കൽ ഒരു രാത്രിയിൽ ഭയങ്കര പ്രക്ഷുബ്ധമായ മഴയും ഇടിയും ഒക്കെ പെയ്യുന്ന, ഇടിവെട്ടുന്ന മഴ പെയ്യുന്ന ഒരു കലുഷിതമായ ഒരു രാത്രിയിൽ ഒരിക്കൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാ നമസ്കാരത്തിന് വേണ്ടി പുറത്തേക്ക് ഇറങ്ങി. പെട്ടെന്ന് ഭയങ്കര ഇരുട്ടാണ്, മുമ്പിലൊന്നും കാണാൻ കഴിയുന്നില്ല. പുറത്തേക്ക് ഇറങ്ങിയ സമയത്ത് പെട്ടെന്നൊരു മിന്നടിച്ചു. ആ സമയത്ത് അതിൻ്റെ വെളിച്ചത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ നടന്നു പോകുന്ന ഒരാളെ കണ്ടു. ആരായിരുന്നു അത്? ഈ ഉഹദിൻ്റെ രണാങ്കണത്തിൽ കണ്ണു പറഞ്ഞു വന്ന ഖതാദ ഇബ്നു നുഅ്മാൻ എന്ന് പറഞ്ഞ സഹാബിയായിരുന്നു മുന്നിൽ നടന്നു പോകുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടുകൂടി അദ്ദേഹത്തോട് ചോദിച്ചു, മസ്സുറായ ഖതാദ, ഈ രാത്രിയിൽ ഈ ഇടിയും മിന്നും ഒക്കെ വെട്ടുന്ന സമയത്ത് നീ ഈ രാത്രിയിൽ എങ്ങോട്ടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു.
അദ്ദേഹം പറഞ്ഞു, അലിംതു യാ റസൂലല്ലാഹ് അന്ന ഷാഹിദ സ്വലാത്തി ഖലീൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇന്ന് ഇത്രയും പ്രശ്നമുള്ള രാത്രി ആയതുകൊണ്ട് നമസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വളരെ കുറവായിരിക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അല്ലേ, മഴയും ഇടിയൊക്കെ വെട്ടുന്ന രാത്രിയിൽ പള്ളിയിൽ ആൾ കുറവായിരിക്കുമല്ലോ, അതും ഇശാ നമസ്കാരത്തിന്. അപ്പോൾ ഇന്ന് വളരെ കുറവായിരിക്കും അങ്ങനെയുള്ള ആളുകൾ എന്ന് എനിക്ക് മനസ്സിലായി. ഫ അഹ്ബബ്തു അൻ അഷ്ഹദഹ. അപ്പം അങ്ങനെ കുറഞ്ഞ ആളുകൾ പങ്കെടുക്കുന്ന ഈ നമസ്കാരത്തിൽ എനിക്കും പങ്കെടുത്തിട്ട് കൂലി വാങ്ങണമെന്ന് ആഗ്രഹം തോന്നിയിട്ട് അങ്ങനെ ഞാൻ പള്ളിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു. ഒരിക്കൽ ഉമർ റളിയല്ലാഹു അൻഹു ഇങ്ങനെ സൂക്കിലൂടെ, ഇങ്ങനെ ചന്തയിലൂടെ നടന്നു പോകുന്ന സമയത്ത് ഒരാൾ ദുആ ചെയ്യുന്നു, അല്ലാഹുമ്മ ഇജ്അൽനി മിനൽ ഖലീൽ. അള്ളാഹുവെ, എന്നെ കുറച്ചും ആളുകളിൽ നീ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞ് ദുആ ചെയ്യുന്നു. ഉമർ റളിയല്ലാഹു മനസ്സിലായില്ല, അതെന്താ കുറച്ചും ആളുകളിൽ? അദ്ദേഹം ചോദിച്ചു, മാ ഹാദല്ലദീ തദ്ഉ, നീ എന്താ ഈ ദുആ ചെയ്യുന്നത്? അദ്ദേഹം പറഞ്ഞു, ഇന്നി സമിഅത്തുല്ലാഹ യഖൂൽ, അള്ളാഹുവിൻ്റെ ഖുർആനിൽ ഞാൻ ഒരു ആയത്ത് കേട്ടിട്ടുണ്ട്, വഖലീലുൻ മിൻ ഇബാദിയ ശകൂർ, എൻ്റെ അടിമകളിൽ നിന്ന് നന്ദിയുള്ളവർ വളരെ കുറച്ചായിരിക്കും എന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ കുറച്ച് ആളുകളിൽ എന്നെ പെടുത്തണമെന്നാണ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, കുല്ലുന്നാസി അഅലമു മിൻ ഉമർ, എല്ലാവർക്കും ഉമറിനെ കാട്ടി നല്ല വിവരമുണ്ട്. ഈ കാര്യമൊന്നും ഇപ്പോഴും മനസ്സിലാക്കാത്ത, തിരിച്ചറിയാത്ത ഒരേ ഒരാൾ, വിവരമില്ലാത്തവൻ ആര് മാത്രമേ ഉള്ളൂ? ഈ ഉമർ മാത്രമേ ഉള്ളൂ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു. അതേപോലെയാണ് ഈ സഹാബിയും. ഇന്ന് നിസ്കാരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ വളരെ കുറച്ചേ ഉണ്ടാവും. ആ കുറച്ചാളുകളിൽ ഞാനും പെടണമെന്ന് ആഗ്രഹിച്ചിട്ടാണ് നബിയെ ഞാൻ ഈ രാത്രി പുറത്തേക്ക് വന്നതെന്ന് പറഞ്ഞു. ആര്? ഈ കണ്ണുപോയ ഖതാദ റളിയല്ലാഹു അൻഹു എന്ന സഹാബി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഭയങ്കര സന്തോഷമായി. നബി തങ്ങൾ പറഞ്ഞു, ഫരീദ സല്ലൈത ഫസ്ബുത് ഹത്ത അമുറ ബിക, നീ നമസ്കരിച്ച് കഴിഞ്ഞാൽ ഞാൻ വരുന്നത് വരെ അവിടെ തന്നെ നിൽക്കണം കേട്ടോ, പോരുത്, എനിക്ക് ചെറിയൊരു ആവശ്യമുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ച് കഴിഞ്ഞ് ഇദ്ദേഹം കാത്തു നിന്നു. ഇദ്ദേഹത്തിൻ്റെ അടുക്കൽ വന്നിട്ട് അഅതാഹുൽ ഉർജുൻ. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ഈ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയത്തെ സഹോദരനായ അബൂ സഈദ് റളിയല്ലാഹു അൻഹു. ജുമായുടെ സമയത്തെക്കുറിച്ച് ചോദിക്കാൻ വന്ന അബ്ദുറഹ്മാൻ ഔഫിൻ്റെ മകൻ റളിയല്ലാഹു അൻഹു, അദ്ദേഹത്തിൻ്റെ മകനോടായി പറഞ്ഞു കൊടുക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഉർജുനില്ല, ഞാനിപ്പോൾ ശരിയായിക്കൊണ്ടിരിക്കുന്ന ഈ തണ്ട് ആർക്ക് കൊടുത്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതാദ റളിയല്ലാഹു അൻഹുവിന് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഖുദ് ഹാദാ ഫസയുദീഉ ലക അമാമക അശ്റൻ വഖൽഫക അശ്റൻ, നീ ഇത് പിടിച്ചോ, ഇത് പിടിച്ചാൽ നിൻ്റെ മുമ്പുള്ള 10 മുഴവും നിനക്ക് കാണാൻ പറ്റും, നിൻ്റെ പിമ്പുള്ള 10 മുഴവും നിനക്ക് ഇത് ലൈറ്റ് അടിച്ചു തരും എന്ന് പറഞ്ഞു. ബാറ്ററി ഇല്ല, കറണ്ടില്ല, സ്വിച്ച് ഇട്ടിട്ടില്ല, ഒന്നുമില്ല. വെറും ഒരു ഉണങ്ങിയ ഈത്തമ്പരക്കൊലയുടെ തണ്ടാണ് കൊടുത്തത്, ഉർജൂനാണ് കൊടുത്തത്. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഅ്ജിസത്ത്, നിനക്ക് മുമ്പ് 10 മുഴം വരെ അതിൽ നിന്ന് വെളിച്ചം കാണും, നിനക്ക് പിമ്പിലും 10 മുഴം വരെ വെളിച്ചം കാണും. അത് ആ പ്രവൃത്തി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് അങ്ങനെ അദ്ദേഹം ആ സാധനം എടുത്ത് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. അന്നു മുതൽ ഈ ഉർജൂന കൊണ്ട് ഞങ്ങളുടെ വീട്ടുകാർക്ക് വലിയ ബറക്കത്തുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് ആര് പറഞ്ഞു? അബൂ സഈദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു. ഈ സഹാബി എന്തിനാ വന്നത്? ഖതാദ റളിയല്ലാഹുവിൻ്റെ മഹത്വം കേൾക്കാനാണോ? അല്ല. പിന്നെയോ, ജുമാക്ക് ദുആ സ്വീകരിക്കപ്പെടുന്ന സമയം അത് ഏതാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ആ സഹാബി ചോദിച്ചു, അല്ല അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഞങ്ങൾക്കിങ്ങനെ ദുആ സ്വീകരിക്കപ്പെടുന്ന ഒരു സമയത്തെക്കുറിച്ച് പറഞ്ഞു തരാറുണ്ടായിരുന്നു. അദ്ദേഹം വഫാത്തായപ്പോൾ നിങ്ങൾക്കതിനെക്കുറിച്ച് അറിയുമോ എന്ന് ചോദിക്കാൻ വേണ്ടിയാണ് ഞാൻ വന്നത്, അതിനെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, സഅൽതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അൻഹ, നീ ചോദിച്ചതുപോലെ ഞാനും അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നോട് പറഞ്ഞു, ഇന്നി ഖദ് ഉലിംതുഹ, എനിക്ക് അതിനെക്കുറിച്ച് അറിയിക്കപ്പെട്ടിരുന്നു, പക്ഷേ ലൈലത്തുൽ ഖദർ മറപ്പിക്കപ്പെട്ടതുപോലെ ഈ സമയത്തെക്കുറിച്ചും എനിക്ക് പിന്നീട് മറപ്പിക്കപ്പെട്ടു. അതുകൊണ്ട് ആ സമയം ഏതാണെന്ന് കൃത്യമായി എനിക്ക് പറഞ്ഞു തരാൻ സാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഞാൻ സംഭവം വിശദീകരിച്ച് പറഞ്ഞ ആ കാലഘട്ടത്തെക്കുറിച്ചൊക്കെ ഏകദേശം ഒരു ഇത് കിട്ടാൻ വേണ്ടിയാണ്. മഹാന്മാർ പറയുന്നത്, അടുത്ത വെള്ളിയാഴ്ച മുതൽ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. 2 സമയങ്ങൾ, ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് ഈ സമയം ഏതാണെന്നുള്ളതിൽ. ഏകദേശം 50 ചില്ലറ അഭിപ്രായമാണ്. ഇമാം ഇബ്നു ഹജർ റഹിമഹുല്ലാ ഫത്ഹുൽ ബാരി എന്ന് പറഞ്ഞ സഹീഹുൽ ബുഖാരിയുടെ ഷറഹിൽ 40 ചില്ലറ അഭിപ്രായങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും അർജഹായ സാധ്യതയുള്ള ഈ ജുമാ സമയത്ത് അള്ളാഹു എന്ത് ദുആ ചെയ്താലും സ്വീകരിക്കാൻ സാധ്യതയുള്ള 2 സമയങ്ങളാണ് ഉള്ളത്. ഒന്നാമത്തെ സമയം ഇമാം മിമ്പറിൽ കയറി നമസ്കാരം തീരുന്നത് വരെയുള്ള സമയം. എല്ലാവരും നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇമാം മിമ്പറിൽ കയറി നമസ്കാരം തീരുന്നത് വരെയുള്ള സമയം, ഖുതുബ തീരുന്നത് വരെയുള്ള സമയമല്ല. പലപ്പോഴും നമ്മൾ അങ്ങനെ വിചാരിച്ചിരിക്കുന്നത് ഇമാം മിമ്പറിൽ നിന്ന് ഇറങ്ങിയാൽ അത് തീർന്നു അല്ല. ഇഖാമത്ത് കൊടുക്കുന്നതിന് മുമ്പ്, ഇഖാമത്ത് കൊടുക്കുന്നതിന് ശേഷം ഒക്കെ, പിന്നെ നമസ്കാരത്തിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കുറേ ദുആക്കൾ, അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം മിമ്പറിൽ കയറുന്നതിന് മുമ്പ് നമസ്കാരം തീരുന്നത് വരെ
വളരെയധികം പോരിശയാക്കപ്പെട്ട ദുആ സ്വീകരിക്കപ്പെടാൻ അങ്ങേയറ്റം സാധ്യതയുള്ള സമയമാണ്. അതുകൊണ്ട് ഇമാമ് മിമ്പറിൽ കയറിയിട്ട് എന്തൊക്കെ ദുആ ചെയ്താലും നമ്മൾ പെട്ടെന്ന് നല്ല എന്താ പറയുക ഈമാനോടുകൂടി ആമീൻ പറയണം. അതാണ് കാരണം എന്താ, അതൊക്കെ വളരെ സ്വീകരിക്കപ്പെടാൻ സാധ്യതയുള്ള ദുആക്കളാണ്. രോഗികൾക്ക് വേണ്ടി ഇമാം ദുആ ചെയ്യും, മരിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യും, അല്ലെ കടങ്ങൾ കൊണ്ട് വലയുന്നവർക്ക് വേണ്ടി ദുആ ചെയ്യും. അതിനൊക്കെ നല്ലോണം നമ്മൾ നമ്മുടെ മനസ്സിൽ അത് നിയത്ത് വെച്ചിട്ട് ദുആ ചെയ്യണം. രണ്ടാമത്തെ സമയം അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം. ജുമാ ദിവസം ഇന്ന് കഴിഞ്ഞു പോയപ്പോൾ അസറിന് ശേഷം മഗ്രിബ് വരെയുള്ള സമയം, പ്രത്യേകിച്ചും മഗ്രിബിനോട് തൊട്ട് മുമ്പുള്ള സമയം. അൽഹംദുലില്ലാഹ് ഭയങ്കര സന്തോഷമായത് നമ്മുടെ പള്ളിയിൽ എല്ലാ വെള്ളിയാഴ്ച ഞാൻ വരുമ്പോഴും കുറേ ആളുകൾ പള്ളിയിൽ ആ സമയത്ത് ഇരുന്നിട്ട് ദുആ ദിക്റിലായി കഴിയുന്നുണ്ട്. അള്ളാഹു അവർക്ക് നല്ല കൂലി തരുമാറാകട്ടെ. അപ്പോൾ ആ സമയം ഇനി പള്ളിയിൽ ഇരിക്കുന്നവരാണെങ്കിൽ ഇത് ദുആ സ്വീകരിക്കപ്പെടാൻ ഏറ്റവും സാധ്യതയുള്ള സമയമാണ് എന്ന നിയത്തോടു കൂടി ഇരിക്കണം. അള്ളാഹുവിനോട് നമുക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചോദിക്കണം. ഇനി പള്ളിയിലേക്ക് വരുന്നവരാണെങ്കിൽ, അധികവും കാറിലൊക്കെ വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ബൈക്കിൽ തന്നെ ഒറ്റയ്ക്ക് വരുന്നവരാണെങ്കിൽ ഈ സമയം അങ്ങനെ ദുആ സ്വീകരിക്കപ്പെടുന്ന സമയമാണെന്ന ബോധത്തോടു കൂടി ദുആ ചെയ്തുകൊണ്ട് വരാം. ബാങ്ക് കൊടുക്കുമ്പോഴായിരിക്കും നമ്മൾ പള്ളിയിലെത്തുന്നത്. ആ സമയം വരെ ദുആ ചെയ്തുകൊണ്ട് ദുആയിലായിട്ട് കഴിഞ്ഞുകൊണ്ട് വരിക. എങ്ങാനും യോജിച്ചു പോയാൽ രക്ഷപ്പെട്ടില്ലേ? നമ്മുടെ എല്ലാ ഹൈറായ ആഗ്രഹങ്ങളും അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. വേറൊരു സംഭവം കൂടിയുണ്ട്, ഖത്താദത്തുൻ. ഏതായാലും പറഞ്ഞ സ്ഥിതിക്ക് അത് ഫുള്ള് പറയാല്ലേ. ഈ സംഭവങ്ങളൊക്കെ നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കണം. ഒന്ന്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രമാണ് നമ്മൾ പറഞ്ഞത്. ഇതിപ്പം പറഞ്ഞില്ലെങ്കിൽ പിന്നെ എനിക്ക് പറയാൻ ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല, അങ്ങ് വിട്ടുപോകും. രണ്ടാമത്തത്, ആ കാലഘട്ടത്തെക്കുറിച്ച് നമുക്കറിയാൻ പറ്റും. ആ കാലഘട്ടത്തിൻ്റെ മഹത്വത്തെക്കുറിച്ച്, മദീനയെക്കുറിച്ച്, മദീനത്തെ മസ്ജിദ് നബവിയെക്കുറിച്ച്, ആ പള്ളിയുടെ പരിസരത്ത് നടന്നിരുന്ന സംഭവങ്ങളെക്കുറിച്ച്. മൂന്നാമത്തത്, നമ്മൾ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പരിശുദ്ധ ഖുർആനിൻ്റെ അവതീർണവുമായിട്ട് ബന്ധപ്പെട്ട സൂറത്തുൻ നിസായിലെ 105 മുതൽ 114 വരെയുള്ള ആയത്തുകൾ ഇറങ്ങാൻ കാരണമായ സംഭവം കൂടിയാണ്. അപ്പോൾ അത് ഖുർആനിൻ്റെ പഠനം കൂടിയാണ്, ഖുർആനിൻ്റെ വിശദീകരണം കൂടിയാണിത്. ഖത്താദത്തുൻ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്നെ പറയാണ്, ഞങ്ങളുടെ കുടുംബത്തിൽ ബനു ഉബൈരിഖ് എന്നറിയപ്പെടുന്ന 3 ആൾക്കാരുണ്ടായിരുന്നു. ബഷീർ, ബിഷിർ, മുബഷിർ. എന്താ പേര്? ബഷീർ, ബിഷിർ, മുബഷിർ. 3 പേരുണ്ടായിരുന്നു. ഇതിൽ ബഷീർ ഒരു മുനാഫിക്കായ ആളായിരുന്നു. അയാളുടെ പണി സ്വന്തമായിട്ട്, മുനാഫിക്ക് എന്ന് പറഞ്ഞാൽ പുറമെ ഭയങ്കര മുസ്ലിമായിട്ട് അയാൾ അഭിനയിക്കും, പക്ഷെ ഉള്ളിൽ കുഫർ കുടികൊള്ളുന്ന ആൾക്കാരാണ്. അപ്പോൾ അയാളുടെ പണി, അയാൾ മഹാന്മാരായ സഹാബാക്കൾക്കെതിരെ മോശം പദ്യങ്ങൾ പാടിയിട്ട് പുറത്തിറക്കും. എന്നിട്ട് പണ്ട് കാലത്ത് കഴിഞ്ഞു പോയ, അല്ലെങ്കിൽ അന്നത്തെ വലിയ വലിയ പദ്യകാരന്മാരിലേക്ക് ചേർത്തുകൊണ്ട് ഇത് ഇന്ന ആൾ പാടിയതാണ് എന്ന് പറഞ്ഞിട്ട് സഹാബാക്കളെ മോശമാക്കലായിരുന്നു അയാളുടെ പണി. പക്ഷേ സഹാബാക്കൾക്ക് ഇത് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവുമായിരുന്നു ഈ ബഷീർ പറഞ്ഞാണ്. എനിക്ക് ഖത്താദ റളിയല്ലാഹു അൻഹു പറയാം, എനിക്കൊരു എളാപ്പ ഉണ്ടായിരുന്നു, റിഫാഅത്ത് ബിൻ സെയ്ദ് എന്നാണ് എളാപ്പയുടെ പേര്. ഈ റിഫാഅത്ത് ബിൻ സെയ്ദ് കുറച്ച് സമ്പത്തുള്ള ആളായിരുന്നു. ഈ ബഷീർ പോലെയുള്ള ആളുകൾ അങ്ങേയറ്റം ദരിദ്രരായ ആളുമായിരുന്നു. ഇവരൊക്കെ സാധാരണ ഭക്ഷണം കഴിച്ചിരുന്നത് ഈത്തപ്പഴവും ബാർലിയുമാണ്. പക്ഷെ എൻ്റെ എളാപ്പ റിഫാഅത്ത് ബിൻ സെയ്ദ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമ്പത്തുള്ള ആളായതുകൊണ്ട് ഷാമിൽ നിന്ന് വെളുത്ത ഗോതമ്പുകൾ ഇടക്കിടക്ക് മദീനത്ത് വരുമായിരുന്നു. അപ്പോൾ ഇയാൾ ആ വെളുത്ത ഗോതമ്പ് വാങ്ങിക്കും. എന്നിട്ട് നമ്മൾ പത്തായപ്പുര അല്ലെങ്കിൽ ധാന്യപ്പുര എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ ധാന്യ സംഭരണിയിൽ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ കെട്ടിയിടുന്ന സാധനം ഉണ്ടല്ലോ, അതിൽ ഇയാൾ ഈ പറഞ്ഞ വെളുത്ത ഗോതമ്പ് കാത്തു സൂക്ഷിക്കും. എന്നിട്ടോ ഇയാളുടെ മക്കൾക്ക് പോലും ഇയാൾ കൊടുക്കൂല, ഇയാളുടെ കുടുംബക്കാർക്ക് പോലും കൊടുക്കൂല. അത്രയ്ക്ക് വിലപിടിപ്പുള്ള സാധനം. ഇയാൾക്ക് തിന്നണമെന്ന് ആഗ്രഹം ഉണ്ടാകുമ്പം അതുകൊണ്ട് പാചകം ചെയ്തിട്ട് ഗോതമ്പ് റൊട്ടിയും മറ്റു സാധനങ്ങളൊക്കെ അദ്ദേഹം ഭക്ഷിക്കുമായിരുന്നു, അങ്ങനെ ചെയ്യുമായിരുന്നു. അപ്പോൾ എനിക്ക് ഖത്താദ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് ഈ എളാപ്പയെക്കുറിച്ചും സംശയം ഉണ്ടായിരുന്നു, അദ്ദേഹവും മുനാഫിക്കാണോ അല്ലേന്ന് സംശയം ഉണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ ഒരു ദിവസം രാവിലെ ഉണ്ട് ഈ എളാപ്പ എന്നെ വിളിക്കും. എന്താ ചോദിച്ചപ്പം എളാപ്പ വലിയ കാര്യമായിട്ട് വലിയ പൈസ കൊടുത്ത് കൊണ്ടുവന്ന് വെച്ച ഈ വെളുത്ത ഗോതമ്പ് ആരോ കട്ടുകൊണ്ട് പോയി. വെളുത്ത ഗോതമ്പ് മാത്രമല്ല, അതിൻ്റെ കൂട്ടത്തിൽ ആ ഭരണിയിൽ കുറച്ച് ആയുധങ്ങൾ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, നല്ല വിലപിടിപ്പുള്ള പടച്ചട്ട ആയുധങ്ങളൊക്കെ, അതും കട്ടുകൊണ്ട് പോയി. കള്ളൻ കൊണ്ടുപോയി. എന്ത് ചെയ്യണമെന്ന് അറിയുന്നില്ല. അങ്ങനെ ഇവർ കുറേ അന്വേഷിച്ചു. എളാപ്പയും പിന്നെ ജ്യേഷ്ഠൻ്റെ മോൻ ഖത്താദ ബിൻ ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിൻ്റെ എളാപ്പയും കുറേ ഇങ്ങനെ അന്വേഷിച്ചു നോക്കിയപ്പോൾ ആളുകൾ പറഞ്ഞു, ഇത് സംഭവം വേറൊന്നു, ഇത് സംഭവം ഖദ് റഅയ്ന ബനി ഉബൈരിഖ്. നാട്ടുകാർ പറഞ്ഞു, ബനു ഉബൈരിഖ് ഉണ്ടല്ലോ, നേരത്തെ നമ്മൾ പറഞ്ഞ ബഷീർ എന്ന് പറഞ്ഞ ആൾ, അവരുടെ വീട്ടിൽ ഇന്നലെ അടുപ്പ് കത്തിയിട്ട് പുക ഇങ്ങനെ പോകുന്നത് കണ്ടു. അവർ ദരിദ്രന്മാരാണ്, അവരുടെ കയ്യിൽ നയാ പൈസ ഇല്ല, ഈത്തപ്പഴം തിന്ന് ജീവിക്കുന്നവരാണ്. അങ്ങനെയുള്ള ആളുകൾ ഇന്നലെ രാത്രി വീട്ടിൽ അടുപ്പ് കത്തിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ ഗോതമ്പ് കൊണ്ടുപോയിട്ട് തന്നെയാണ് കത്തിച്ചത്. അതുകൊണ്ട് എടുത്തവരാരാണെന്ന് നിങ്ങൾ സംശയിക്കേണ്ട, അവർ തന്നെ എടുത്തതെന്ന് നാട്ടുകാർ പറഞ്ഞു. ഞങ്ങളും നോക്കിയപ്പോൾ ഞങ്ങൾക്ക് ഏകദേശം അത് ഉറപ്പായി. എൻ്റെ കൊച്ചാപ്പ എന്നോട് നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയിട്ട് പരാതി പറയാൻ പറഞ്ഞു. ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഭക്ഷണം വേണമെങ്കിൽ അവരെടുത്തോട്ടെ, ഗോതമ്പ് ഞങ്ങൾക്ക് തിരിച്ചു തരണ്ട, പക്ഷേ നബിയെ അവർ ഞങ്ങൾക്ക് ഞങ്ങളുടെ ആയുധം തിരിച്ചു തരണം, അത് ഞങ്ങൾ മാപ്പാക്കി കൊടുക്കൂല എന്ന് പറഞ്ഞു.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പാവം അവരെ വിളിച്ച് അവരോട് ആയുധം തിരിച്ചു കൊടുക്കണം, നിങ്ങളല്ലേ എടുത്തത് എന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു എന്ന് വെച്ചാൽ അവരുടെ കൂട്ടത്തിൽ നല്ല സംസാരിക്കാൻ അറിയാവുന്ന, ശരിക്കും നമ്മൾ നമ്മുടെ കാലഘട്ടവുമായി ബന്ധിപ്പിച്ച് നോക്കണേ, ഒരു പ്രശ്നം വരുമ്പോൾ അങ്ങനെയാണല്ലോ, അവരുടെ കൂട്ടത്തിൽ സംസാരിക്കാൻ അറിയാവുന്ന, വാക്ചാതുര്യമുള്ള, ആരെയും പറഞ്ഞു മയക്കാൻ കഴിവുള്ള അസീർ ഇബ്നു ഉർവ എന്ന് പറഞ്ഞ ഒരാളെയും കൂട്ടിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി. അയാൾ നബി തങ്ങളുടെ അടുത്തേക്ക് വന്നിട്ട് ഫുൾ വായടി, ഭയങ്കര ബഹളം. അയാൾ ഭയങ്കരമായിട്ട് കുറേ ഭാഷയൊക്കെ ഉപയോഗിച്ച്, കുറേ വാക്കുകളൊക്കെ ഉപയോഗിച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, നബിയെ, ഖതാദ എന്ന് പറഞ്ഞ ഒരുത്തനും അവൻ്റെ എളാപ്പയും കൂടി മാന്യവും മര്യാദയ്ക്ക് ജീവിക്കുന്ന കുടുംബക്കാരായ ഞങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആക്ഷേപം ഉന്നയിച്ചിട്ടുണ്ട്. അവരുടെ അടുക്കൽ വ്യക്തമായ തെളിവില്ല, സാക്ഷിയില്ല, ഒന്നുമില്ല. അതുകൊണ്ട് അവർക്കെതിരെ അങ്ങ് നടപടി സ്വീകരിക്കണമെന്നൊക്കെ പറഞ്ഞ് വാക്ചാതുര്യം കൊണ്ട്, വാക് സാമർഥ്യം കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അവർ പറഞ്ഞു പേടിപ്പിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ചിടത്തോളം അവിടുന്ന് പിന്നെ അദൃശ്യ കാര്യങ്ങൾ അറിയാൻ കഴിവുള്ള ആളാണോ? ആരാണ് രാത്രി ഇവിടെ വന്ന് എടുത്തതെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയോ? ഇല്ല. അള്ളാഹു അറിയിച്ചു കൊടുത്ത കാര്യം മാത്രം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അറിയൂ. നിമിതങ്ങൾ നോക്കുമ്പോൾ ബാഹ്യമായിട്ട് ഈ ഖതാദ റളിയല്ലാഹു അൻഹുവിൻ്റെ അടുക്കലും അദ്ദേഹത്തിൻ്റെ കൊച്ചാപ്പയുടെ അടുക്കലും പ്രത്യേകിച്ച് തെളിവുകളൊന്നുമില്ല, ഏകദേശം അനുമാനങ്ങൾ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബേജാറായി. നിമിതങ്ങൾ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചു. എന്നിട്ട് ഖതാദ റളിയല്ലാഹു അൻഹു നന്നായിട്ട് ചൂടായി, ദേഷ്യം പിടിച്ചു. അമിത്ത ഇല അഹ്ലി ബൈതി ദിക്രി അഹ്ലി ബൈതിൻ ദുകിറ മിൻഹും ഇസ്ലാമുൻ വസലാഹുൻ തർമീഹിം ബിസ്സറിഖതി അലാ ഗൈരി സബത്തിൻ വബയ്യിന. മുസ്ലിമായ നല്ല സലാഹിയത്തുള്ള ഒരു കുടുംബത്തെ, മാന്യമായി ജീവിക്കുന്ന ആളുകൾക്കെതിരെ വ്യക്തമായ തെളിവില്ലാതെ നീ കളവ് ആരോപിക്കുകയാണോ, നീ കള്ളം പറയുകയാണോ എന്നൊക്കെ ചോദിച്ച് എന്നോട് ചൂടായി. പാവപ്പെട്ട സഹാബി പറയാ, വല വദിത്തു അന്നി ഖറജ്തു മിൻ ബഅദി മാലി വല മുകല്ലിം റസൂൽ അല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിതങ്ങൾ ദേഷ്യം പിടിച്ചത് ഖതാദ റളിയല്ലാഹു അൻഹു പറയാം, എനിക്ക് സഹിച്ചില്ല, ഞാൻ വിചാരിച്ചു എൻ്റെ സമ്പത്ത് പോയാലും വേണ്ടിക്കില്ലേനു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഈ വിഷയമൊന്നും പോയി പറയണ്ടേനു. ആകെ വന്നാൽ എന്താ നഷ്ടം വരിക? കുറച്ച് ആയുധങ്ങളല്ലേ നമുക്ക് നഷ്ടപ്പെടാം, അത് പോയാലും വേണ്ടിക്കില്ലേനു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇതൊന്നും പറയണ്ടായിരുന്നു എന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് വന്നു. പാവം വയസ്സായ എൻ്റെ അളാപ്പ ചോദിച്ചു, എന്തായി മോനെ, നമ്മുടെ കാര്യങ്ങൾ തിരിച്ചു കിട്ടിയോ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. ആ സമയത്ത് വളരെ വിഷമത്തോടുകൂടി എളാപ്പ ഒറ്റ വാക്യ പറഞ്ഞുള്ളൂ, അല്ലാഹുൽ മുസ്തആൻ. എന്തേ പറഞ്ഞുള്ളൂ? അല്ലാഹുൽ മുസ്തആൻ. ഇനി അള്ളാഹിനോട് വിഷമം പറയാന്നല്ലാതെ വേറെ എന്ത് നമ്മൾ ചെയ്യാനാണ്? അള്ളാഹു നമ്മളെ സഹായിക്കട്ടെ എന്ന് പറഞ്ഞു. എല്ലാവരും കൈവടിഞ്ഞു. ആകെ ആരോരും ഇല്ലാത്തവർക്ക് അധികവും സഹായിയായി ഉണ്ടാകുന്നത് ആരാ? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എപ്പോഴും ന്യായത്തിൻ്റെ ഭാഗത്ത് മാത്രമേ നിൽക്കൂ. ഇവരുടെ ഭാഗത്ത് തെളിവില്ല, ഇവരുടെ ഭാഗത്ത് സാക്ഷികളില്ല. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ കൂടെ നിന്നില്ല. അപ്പോഴും ഇവരുടെ മുന്നിൽ ആകെ ഇനി ആരേ ഉള്ളൂ? അള്ളാഹു മാത്രമേ ഉള്ളൂ. അവർ അല്ലാഹുൽ മുസ്തആൻ എന്ന് പറഞ്ഞു. പറയലും മലക്കുൽ മുഖറബ്, മലക്കുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേലയിലേക്ക് ഇറങ്ങി. സൂറത്തുൻ നിസായിലെ 105 മുതൽ 114 വരെയുള്ള ഏകദേശം 8-9 ആയത്തുകൾ ഈ വിഷയത്തിലേക്ക് ഇറങ്ങി. ഇന്നാ അൻസൽനാ ഇലൈക്കൽ കിതാബ ബിൽ ഹഖ് ലിതഹ്കുമ ബൈനൻ നാസി ബിമാ അറാകല്ലാഹ് ولا تكن للخائنين خصيما واستغفر الله إن الله كان غفورا رحيما ولا تجادل عن الذين يختانون أنفسهم إن الله لا يحب من كان خوانا أثيما يستخفون من الناس ولا يستخفون من الله يستخفون من الناس ولا يستخفون من الله وهو معهم إذ يبيتون ما لا يرضى من القول وكان الله بما يعملون محيطا. ഇങ്ങനെ തുടങ്ങുന്ന ആയത്തുകൾ ഇറങ്ങി. വളരെ കടുകട്ടിയിലാണ് അള്ളാഹു ആയത്തുകൾ ഇറക്കിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വസ്തഗ്ഫിരില്ലാഹ്, അങ്ങ് ഇങ്ങനെ ചൂടായി പോയതിൻ്റെ പേരിൽ അങ്ങ് അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് വരെ പറഞ്ഞു. അല്ലാഹു അക്ബർ. നബിതങ്ങളൊരു തെറ്റല്ല ചെയ്തത്. മുഫസ്സിരീങ്ങളായ മഹാന്മാർ മുഴുവനും പറയുന്നുണ്ട് നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വൻപാപവും ചെയ്തില്ല, ചെറുപാപവും ചെയ്തില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു ഇസ്തിഗ്ഫാർ ചെയ്യാൻ. നമ്മൾ ശരിക്കും ആലോചിക്കണം. നമ്മളിങ്ങനെ രാത്രിയിൽ വളരെയധികം ഇങ്ങനെ പ്ലാൻ ഇട്ട് കുറേ ചർച്ചകളൊക്കെ നടത്തി നമ്മുടെ കൂട്ടത്തിൽ വളരെ സംസാരിക്കാൻ കഴിവുള്ള ഒരാളെ നമ്മൾ ഏൽപ്പിച്ചു. എന്നിട്ടൊരു പാവപ്പെട്ടവൻ്റെ സ്വത്ത് നമ്മൾ തട്ടിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെന്ന് വിചാരിക്കും. അള്ളാഹു കാക്കട്ടെ.
ഒരു യതീം മക്കളുടെ സ്വത്ത് നമ്മൾ അവകാശപ്പെടുത്താൻ വേണ്ടി തീരുമാനിക്കാമെന്ന് വിചാരിക്കും. അങ്ങനെയൊക്കെ ഒരുപാട് കേസുകൾ ഈ അടുത്ത ദിവസങ്ങളിൽ വന്നു. അല്ലെങ്കിൽ ഒരു മനുഷ്യൻ്റെ വഴി നമ്മൾ മുടക്കാൻ തീരുമാനിക്കുക, അല്ലെങ്കിൽ അവൻ്റെ ഒരു സെൻറ്റ് നമ്മൾ ഇങ്ങോട്ട് തട്ടിയെടുക്കാൻ വേണ്ടി തീരുമാനിക്കുക. വളരെ ഗൗരവത്തിൽ പറയണം. അള്ളാഹു പറയാ യസ്തഖ്ഫൂന മിനന്നാസ്, അവർ ജനങ്ങളിൽ നിന്ന് ഇങ്ങനെ മറച്ചു വെക്കുന്നു. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അവർ അള്ളാഹുവിൽ നിന്ന് മറച്ചു വെക്കുന്നില്ല കേട്ടോ. വഹുവ മഅഹും ഇദ് യുബയ്യിതൂന മാ ലാ യർളാ മിനൽ ഖൗൽ, പറയാൻ പാടില്ലാത്ത തൃപ്തികരമല്ലാത്ത പല കാര്യങ്ങളും പറഞ്ഞ് ഇവരിങ്ങനെ ഗൂഢാലോചന നടത്തുന്ന സമയത്ത് വഹുവ മഅഹും, അന്ന് രാത്രി ഇവരുടെ കൂടെ ആരും ഉണ്ടായിരുന്നു? അള്ളാഹുവും ഉണ്ടായിരുന്നു കേട്ടോ. വകാന അല്ലാഹു ബിമാ യഅമലൂന മുഹീത, ഇവർ ഈ പ്രവർത്തിക്കുന്ന മുഴുവൻ കാര്യങ്ങളും വ്യക്തമായി വലയം ചെയ്തിരിക്കുന്നവനാണ് കേട്ടോ അള്ളാഹു. അപ്പം നമ്മൾ 5 പേര് കൂടിയിട്ടാണ് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ 6മതായിട്ട് ആരുണ്ട്? അള്ളാഹുണ്ട്. 4 പേരായിട്ടാണെങ്കിൽ 5മനായിട്ട് ആരുണ്ട്? അള്ളാഹുണ്ട്. 3 പേരാണെങ്കിൽ 4മനായിട്ട് ആരുണ്ട്? അള്ളാഹുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ വാക്കുകൊണ്ട് ചിലപ്പം ഈ ദുനിയാവിൽ അവരെ കവച്ചു വെക്കാൻ പറ്റും, ആ പാവങ്ങളുടെ സമ്പത്ത് ഇങ്ങോട്ട് അടിച്ചെടുക്കാൻ പറ്റും. പക്ഷേ അള്ളാഹുടൂല, ഒറ്റ വാക്ക് അള്ളാഹുൽ മുസ്തഹാൻ എന്ന വാക്കിലാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത്രയും അധികം ആയത്തുകൾ ഇറക്കി. പറ്റുമെങ്കിൽ ആയത്തിൻ്റെ തർജ്ജമ നിങ്ങൾ വായിച്ചു നോക്കി അതിൻ്റെ വിശദീകരണമൊക്കെ പഠിക്കണം. ഇവർ ഖതാദ റളിയല്ലാഹു അൻഹുവിനെ കുറ്റം പറയുക മാത്രമല്ല, ഒരു പാവപ്പെട്ട യഹൂദിയെ, ആ മനുഷ്യൻ കട്ടിട്ടൊന്നുമില്ല, ആ മനുഷ്യനെ കുറ്റാരോപിതനാക്കുക കൂടി ചെയ്തു. അയാളാണ് കട്ടത് എന്ന് പറയുക കൂടി ചെയ്തു. ഇതോടുകൂടി അവരാണ് കട്ടത് എന്ന് ഉറപ്പായി. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ആയുധങ്ങളൊക്കെ ഖതാദ റളിയല്ലാഹു അൻഹു പറയാം, ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ഞാൻ അതും എടുത്തിട്ട് എൻ്റെ കൊച്ചാപ്പയുടെ അടുക്കലേക്ക് പോയി. അത്രയും നാൾ എനിക്ക് കൊച്ചാപ്പയുടെ ഈ റിഫാഅത്ത് ബിൻ ആമിർ എന്ന് പറയുന്ന റിഫാഅത്ത് ബിൻ സെയ്ദ് എന്ന് പറയുന്ന ഈ കൊച്ചാപ്പയുടെ ഇസ്ലാമിലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. അയാൾ മുനാഫിക്കാണോ എന്ന് സംശയം ഉണ്ടായിരുന്നു. പക്ഷേ ആ വയസ്സായ മനുഷ്യൻ്റെ അടുക്കലേക്ക് ഞാൻ ഈ ആയുധങ്ങളൊക്കെ എടുത്തു പോയപ്പോൾ അദ്ദേഹം പറഞ്ഞു, യബ്ന അഖി ഹുവ ഫീ സബീലില്ലാ, സഹോദരപുത്ര, അതിന് അള്ളാഹിൻ്റെ മാർഗത്തിൽ കൊടുത്തേക്ക്, അതിന് നമുക്ക് വേണ്ട എന്നെൻ്റെ കൊച്ചാപ്പ പറഞ്ഞു. അതോടുകൂടി എനിക്ക് മനസ്സിലായി അദ്ദേഹത്തിൻ്റെ ഇസ്ലാം എൻ്റെ ഇസ്ലാമിനേക്കാൾ ഉറപ്പുള്ളതാണെന്ന് എനിക്ക് മനസ്സിലായി എന്ന് ഖതാദ റളിയല്ലാഹു അൻഹു പറയണം. ഇത്രയും വിശദീകരിച്ച് പറഞ്ഞത് ഇനി ഈ മഹാൻ്റെ പേര് നമ്മൾ മറക്കരുത്. ആരാണ് അദ്ദേഹം? ഖതാദത്ത് ഇബ്നു നുഅ്മാൻ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. എന്തായിരുന്നു ഉഹദിൽ അദ്ദേഹത്തിൻ്റെ സേവനം? അദ്ദേഹത്തിൻ്റെ കണ്ണ് പോകുന്നത് വരെ, അതിങ്ങനെ പറഞ്ഞ് ചള്ളയിൽ വന്ന് വീഴുന്നത് വരെ അദ്ദേഹം ശക്തമായി പോരാടി. എന്നിട്ടോ അതൊരു ബുദ്ധിമുട്ടായപ്പോൾ അതിനെ മുറിച്ച് കളയാൻ വേണ്ടിയിട്ട് മശൂർ ചെയ്യുക. അല്ലാഹു അക്ബർ. നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത കാര്യം. അള്ളാഹു നമുക്കും അങ്ങനെ ഉള്ള ഒരു ഈമാനും തഖ്വയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രണ്ടാമത്തെ സഹാബി അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു ആണ്. നമുക്കെപ്പോഴും കൺഫ്യൂഷൻ വരുന്ന ഒരു കാര്യം, 2 സഹാബാക്കളുടെ പേര് തമ്മിൽ നമുക്കെപ്പോഴും കൺഫ്യൂഷൻ ആവും. ഒന്ന് തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു, 2 അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. തൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ മുമ്പുള്ള ക്ലാസ്സുകളിൽ പറഞ്ഞു കഴിഞ്ഞു. അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട, മുഹാജിരീകളിൽപ്പെട്ട, ആദ്യകാലത്ത് മുസ്ലിമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വളരെ അടുത്ത സഹാബയായ, മക്കയിലെ മുസ്ലിമായ സഹാബിയാണ് ആര്? തൽഹത്ത് ബിൻ ഉബൈദില്ലാ. അബൂ തൽഹ റളിയല്ലാഹു അൻഹു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. സെയ്ദ് ബിൻ സഹൽ അൽ അൻസാരി അൽ ഖസ്റജി, ഖസ്റജി ഗോത്രത്തിൽപ്പെട്ട മദീനക്കാരനായ അൻസാരി സഹാബകൾപ്പെട്ട ഒരാളാണ് ആര്? അബൂ തൽഹ അൽ അൻസാരി. എപ്പോഴും കൺഫ്യൂഷൻ ആകാൻ കാരണം എന്താ അറിയോ? ഈ 2 പേരും മുഹദിൽ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. അവസാന ഘട്ടത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ശത്രുക്കൾ ഇരിച്ചു വന്നപ്പോൾ ഈ 2 പേരും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മുന്നിൽ ഒരു പരിചയമായി നിന്നിട്ടുണ്ട്. അവിടെ എപ്പോഴും നമുക്ക് മാറിപ്പോകും. പക്ഷെ ഇനി മാറിപ്പോരുത്. ആരൊക്കെ ഉണ്ട്? തൽഹത്ത് ബിൻ ഉബൈദില്ല, അത് വേറെ സഹാബിയാണ്, അത് അശറത്തുൽ മുബശ്ശിരീങ്ങളിൽപ്പെട്ട സഹാബിയാണ്. രണ്ടാമത്തെ സഹാബി ആരാ? അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത, 2 പ്രത്യേകതകളാണ് യുദ്ധ മേഖലയിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നത്. ഒന്ന്, അദ്ദേഹം ശക്തമായി കൃത്യമായി അമ്പെയ്ത്തറിയുന്ന ആളായിരുന്നു. അദ്ദേഹം എറിയുന്ന അമ്പെയ്ത്ത് ശക്തിയിലും പോയി കൊള്ളുമായിരുന്നു, വളരെ കൃത്യമായി കൊള്ളുമായിരുന്നു. മാത്രമല്ല, രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹത്തിൻ്റെ ശബ്ദം ഭയങ്കര മുഴക്കമുള്ള ശബ്ദമായിരുന്നു, ശത്രുക്കളെ പേടിപ്പിക്കുന്ന ശബ്ദമായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെക്കുറിച്ച് പറയുമായിരുന്നു, ലസൗതു അബീ തൽഹ ഫിൽ ജയ്ഷി ഖൈറും മിൻ മിഅതി റജുൽ. സൈന്യത്തിൽ അബൂ തൽഹയുടെ ശബ്ദം അത് 100 ആളേക്കാൾ ഉത്തമമാണ് എന്ന് പറയുന്നു. ശബ്ദം മതി, 100 ആളേക്കാൾ. ശബ്ദം തന്നെ ശത്രുക്കളെ പേടിയാപ്പിക്കാൻ മതിയായതാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു. അനസ് റളിയല്ലാഹു അൻഹു പറയാം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ ഉഹദിൻ്റെ രണാങ്കണത്തിൽ ശത്രുക്കൾ പാഞ്ഞെടുത്തപ്പോൾ തൻ്റെ കയ്യിൽ ഒരു പരിചയവും പിടിച്ച് പിന്നെ തൻ്റെ സ്വന്തം ശരീരത്തെ പരിചയമാക്കിയിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ അബൂ തൽഹ വന്ന് നിന്നു. എന്നിട്ട് ശത്രുക്കൾക്ക് നേരെ ഇങ്ങനെ അമ്പെയ്യാൻ തുടങ്ങി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുന്നിൽ നിന്നുകൊണ്ട് അമ്പെയ്തിട്ട് ഏകദേശം 2 അല്ലെങ്കിൽ 3 വില്ലുകൾ അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിപ്പോയി.
ഒന്ന് പൊട്ടുമ്പോൾ അടുത്തെടുക്കും, ഒന്ന് പൊട്ടും, അത്രയും അധികം അദ്ദേഹം അമ്പ് ചെയ്തിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തൻ്റെ ബക്കറ്റിലുണ്ടായിരുന്ന ആ പെട്ടിയിലുണ്ട് അവനാഴിയിലുണ്ടായിരുന്ന മുഴുവൻ അമ്പുകളും ഇങ്ങനെ എടുത്തു കൊടുത്തിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് അമ്പ് ചെയ്യാൻ പറഞ്ഞു. അത് മാത്രമല്ല, അതിലൂടെ ആരൊക്കെ കടന്നു പോകും അവരൊക്കെ റസൂലിനെ പിടിച്ചു നിർത്തുമായിരുന്നു. എന്നിട്ട് അവരുടെ അമ്പ് എടുത്തിട്ട് ആർക്ക് കൊടുക്കും? അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് കൊടുത്തിട്ട് അബൂ തൽഹാനോട് എറിയാൻ വേണ്ടി പറയുമായിരുന്നു. അങ്ങനെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇങ്ങനെ എറിയുമ്പോൾ റസൂലുള്ള ബാക്കിലല്ല ഉള്ളത്, ഫുള്ള് പരിക്ക് പറ്റിയിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെ എറിയുമ്പോൾ ഇത് ആർക്കാ പോയി കൊണ്ടേ നോക്കാൻ വേണ്ടി റസൂലുള്ള ബാക്കിൽ നിന്ന് ഇങ്ങനെ മെല്ലെ എഴുന്നേറ്റ് നോക്കുമായിരുന്നു. റസൂലുള്ള ഇത് എവിടെ പോയി കൊള്ളുന്നതിന്. അപ്പോൾ റസൂലുള്ള ഇങ്ങനെ എഴുന്നേൽക്കുമ്പം തിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന അമ്പ് കൊള്ളാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ ഇദ്ദേഹവും ഇങ്ങനെ പതുക്കെ റസൂലുള്ളാഹിന്റെ ശരീരത്തോടൊപ്പം തൻ്റെ ശരീരത്തെ ഇങ്ങനെ പൊക്കുമായിരുന്നു. കാരണം എന്താ? റസൂലിന് അമ്പ് കൊള്ളരുത്, കൊള്ളുന്നുണ്ടെങ്കിൽ ആർക്കേ കൊള്ളാൻ പറ്റൂ? എനിക്കേ കൊള്ളാൻ പറ്റൂ. എന്നിട്ട് അദ്ദേഹം സ്നേഹത്തോടുകൂടി പറയുമായിരുന്നു, ബി അബി അൻത വ ഉമ്മി യാ റസൂലല്ലാഹ്, നബിയെ എൻ്റെ ഉമ്മയും ഉപ്പയും അങ്ങക്ക് സമർപ്പണം, ലാ തുശ്രിഫ്, അങ്ങിങ്ങനെ എത്തി നോക്കല്ലേ, യുസീബുക സഹ്മുൻ മിൻ സിഹാമിൽ ഖൗം, അവരുടെ അമ്പം കാണാം, അങ്ങേക്ക് കൊള്ളാൻ സാധ്യതയുണ്ട്, നഹ്രി ദൂന നഹ്രിക യാ റസൂലല്ലാഹ്, എൻ്റെ നെഞ്ച് അങ്ങയുടെ നെഞ്ചിന് മുന്നിൽ ഇതാക്കിയ ഒരു പരിചയമായിട്ടുണ്ട്, അതുകൊണ്ട് ബാക്കിലോട്ട് ഇരിക്കണേ. നിങ്ങളൊന്ന് ആരൊക്കെ സങ്കല്പിച്ച് നോക്കിയേ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത അമ്പ് ഓരോന്നായിട്ട് ഇങ്ങനെ എയ്യുന്നു. അതെവിടെ കൊള്ളൂ എന്നറിയാൻ വേണ്ടിയിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പതുക്കെ ഇങ്ങനെ എത്തി നോക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ പതുക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട്, നബിയെ താഴെ നിൽക്ക്, അങ്ങേക്ക് അമ്പൊന്നും കൊള്ളണ്ട, ഞാനില്ലേ മുമ്പിൽ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്ന സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ആ സഹാബിയുടെ പേരും ഇനി നമ്മൾ ഒരിക്കലും മറക്കരുത്. ഇനി 2-3 സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഇനി മറക്കൂല ആ സഹാബിയെ. കാരണം അത്രക്കും നമ്മുടെ ജീവിതവുമായി, നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പാഠങ്ങൾ പകർന്ന് നൽകുന്ന മഹത്തരമായ ഒരു ജീവിതം നയിച്ച് നമുക്ക് മാതൃകയാളാണ് അബൂ തൽഹ അൻസാരി റളിയല്ലാഹു അൻഹു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹത്തെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരു ഹദീസിൽ വരുന്നുണ്ട്, മിനായിൽ വെച്ച് ഹജ്ജിൻ്റെ കർമ്മങ്ങൾ കഴിഞ്ഞിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വടിക്കുന്ന സമയത്ത്, സാധാരണ നിബിധങ്ങൾ ഒളു എടുക്കുമ്പോഴും മുടി വടിക്കുന്ന സമയത്തൊക്കെ അതിൻ്റെ മിച്ചം കിട്ടാൻ വേണ്ടി, ഒളു എടുക്കുന്ന സമയത്ത് മിച്ചമുള്ള വെള്ളം കിട്ടാൻ നിബിധങ്ങളുടെ മുടി വടിക്കുമ്പോൾ മുടിയുടെ അംശം കിട്ടാൻ വേണ്ടി സഹാബാക്കൾ തല്ലുകൂടുമായിരുന്നു എന്നാണ്, വഴക്കിടുമായിരുന്നു അതിൻ്റെ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുടി വടിക്കുന്ന സമയത്ത് വലത്തേ വശത്തെ മുടി വടിച്ചിട്ട് അത് കുറേ സഹാബാക്കൾക്ക് ഇങ്ങനെ വീതിച്ചു കൊടുത്തു. എന്നിട്ട് ഇടതേ വശത്തെ മുടി മുഴുവൻ വടിച്ചിട്ട് അത് മുഴുവനും ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്തു എന്നാണ്. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. വലതുവശത്തത് എല്ലാവർക്കും കൊടുത്ത്, ഇടതുവശത്തത് മുഴുവൻ ആർക്ക് കൊടുത്ത്? ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹു. ഇദ്ദേഹത്തിൻ്റെ കുറേ സംഭവങ്ങൾ ചരിത്രത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഇദ്ദേഹത്തിൻ്റെ കല്യാണം തന്നെ മഹാസംഭവമായിരുന്നു. ചരിത്രത്തിൽ ഇടം പിടിച്ചൊരു കല്യാണമായിരുന്നു ഇദ്ദേഹത്തിൻ്റെ കല്യാണം. ആരായിരുന്നു ഇദ്ദേഹത്തിൻ്റെ ഭാര്യ? ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയാണ്. ആരാ ഉമ്മു സുലൈം? നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു, അനസ് ബിൻ മാലിക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖാദിം, 10 വർഷം നബി തങ്ങൾക്ക് സേവനം അനുഷ്ഠിച്ച അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയാണ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അവരുടെ സംഭവങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ചാനലിൽ ഹബീബിൻ്റെ ഖാദിം എന്ന് അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് ആ സംഭവം കിട്ടും. ഏകദേശം ഒരു 10 മിനിറ്റുള്ള വീഡിയോ. അനസ് റളിയല്ലാഹു അൻഹും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയും. ഈ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹയുടെ ഭർത്താവ് മാലിക്, അവർ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ ദേഷ്യം പിടിച്ച് നാട് വിട്ട് പോകുന്നതിൻ്റെ വഴിയിൽ അദ്ദേഹത്തിൻ്റെ ഒരു ശത്രു അദ്ദേഹത്തെ കൊന്നു. അയാൾ മരിച്ചു. അയാൾ മരിച്ചതിന് ശേഷം ഈ പെണ്ണുങ്ങളെ രണ്ടാമത് സമീപിക്കുന്നത് ആരാ? ഈ അബൂ തൽഹ അൽ അൻസാരി റളിയല്ലാഹു അൻഹു. പക്ഷെ ഒരു പ്രശ്നമുണ്ട്, അബൂ തൽഹ അന്ന് കാഫിറായിരുന്നു, മുസ്ലിം അല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് വന്നിട്ടില്ല. നമ്മൾ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹുവിൻ്റെ ദഅവത്തിലൂടെ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മുസ്ലിം ആയതാണ്. അപ്പോൾ ഈ വിവാഹാഭ്യർത്ഥനയുമായി വന്ന അബൂ തൽഹയോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്ന മിസ്ലക യാ അബാ തൽഹ ലാ യുറദ്. അബൂ തൽഹ, നിന്നെ പോലെയുള്ളവർ ഒരാലോചനയുമായിട്ട് വന്ന പെട്ടെന്ന് അങ്ങനെ തള്ളിക്കളയാനൊന്നും പറ്റൂല. വലകിന്നി ലൻ അതസവ്വജക ഫഅൻത റജുലുൻ കാഫിർ. പക്ഷെ നീ കാഫിറായിരിക്കെ നിന്നെ വിവാഹം കഴിക്കാൻ എന്നെ കൊണ്ടാവൂല. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, നീ അഥവാ മുസ്ലിമായാൽ നിന്റെ ഇസ്ലാം എൻ്റെ മഹറായി സ്വീകരിച്ചുകൊണ്ട് ഞാൻ നിന്നെ വിവാഹം ചെയ്യാം, എനിക്ക് വേറെ മഹറൊന്നും തരേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ ചരിത്രത്തിൽ ആദ്യമായി ഇസ്ലാമിനെ മഹറായി സ്വീകരിച്ചുകൊണ്ട് വിവാഹം കഴിച്ച ദമ്പതികളാണ് അബൂ തൽഹ അൽ അൻസാരിയും ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ. അതല്ലാണ്ട് വേറൊന്നും അവർക്ക് വേണ്ടാന്ന് പറഞ്ഞു. സഹാബാക്കൾ സാധാരണ പറയുമായിരുന്നു, മാ സമിഅനാ ബിമഹ്റിൻ ഖത്തു കാന അക്രമ മിൻ മഹ്രി ഉമ്മി സുലൈം. ഉമ്മു സുലൈമിൻ്റെ മഹറിനേക്കാൾ മാന്യമായ മഹത്തരമേറിയ വേറൊരു മഹറിനെ കുറിച്ചും ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. ഫഖദ് ജഅലത് മഹ്റഹ അൽ ഇസ്ലാം. ഉമ്മു സുലൈം അവളുടെ മഹർ അന്ന് ചോദിച്ചാൽ അത്രയും കിട്ടും. അബൂ തൽഹ ഭയങ്കര സമ്പന്നനാണ്. അബൂ തൽഹ, ഇനി നമ്മൾ പറയാൻ പോകുന്ന സംഭവം അത് തന്നെയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു അന്ന് അൻസാറുകളുടെ കൂട്ടത്തിൽ അറിയപ്പെട്ടിരുന്ന സമ്പന്നനാണ്. ചോദിച്ചാൽ എന്തും കിട്ടുമായിരുന്നു. പക്ഷേ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ മഹറായിട്ട് ചോദിച്ചത് ഇസ്ലാമിനെയാണ്. അദ്ദേഹം മുസ്ലിമായിട്ട് അദ്ദേഹത്തെ വിവാഹം കഴിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പിന്നീട് നല്ല മുസ്ലിമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. അപ്പോൾ ഈ അബൂ തൽഹ ഉമ്മു സുലൈം ദമ്പതികൾ
വിവാഹം കഴിച്ച റളിയല്ലാഹു അൻഹുമ അവർക്കൊരു കുട്ടി പിറന്നു. അബൂ ഉമൈർ എന്നാണ് ആ കുട്ടിയുടെ പേര്. ആ സഹാബിയുടെ സംഭവത്തിലാണ് പ്രസിദ്ധമായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക് യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. ആ വാക്കുകൾ കേട്ടിട്ടുണ്ടാവും ആ സംഭവം. അതായത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അനസ് റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ അബൂ ഉമൈർ അവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരാ വരുന്നത്? മദീനത്തെ രാജാവ്. വീട്ടിലൊരു കുട്ടി കരയുന്നു, അതിനെന്തിനും ശ്രദ്ധിക്കേണ്ട ആവശ്യം? പക്ഷെ റസൂൽ അങ്ങനെയാണോ? അല്ല. ഉമ്മു സലൈമിനോട് ചോദിച്ചു, അബൂ ഉമൈറിന് എന്ത് പറ്റി, എന്തിനാണ് അബൂ ഉമൈർ കരയുന്നത്? അപ്പോൾ പെട്ടെന്ന് ഉമ്മു സലൈം പറഞ്ഞു, അവൻ്റെ മാതനഗുറുഹും, അവൻ്റെ ഒരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു, എപ്പോഴും അവൻ കൂടെ കളിക്കുന്ന, ഭക്ഷണം കൊടുക്കുന്ന, അവൻ പോറ്റുന്ന ഒരു ചെറിയ പക്ഷി ഉണ്ടായിരുന്നു. റസൂലേ, ഇന്ന് ആ പക്ഷി മരണപ്പെട്ടു പോയി, അതുകൊണ്ട് അവൻ വിഷമിച്ച് കരയുന്നതാണ്. റസൂലുള്ളാഹിക്ക് മര്യാദക്ക് പോയാൽ പോരായിരുന്നോ? തിരക്കുള്ള ആളല്ലേ. പക്ഷെ റസൂലുള്ള അങ്ങനെ പോയില്ല. ആ കുട്ടിയാണെങ്കിലും കരഞ്ഞിരിക്കുന്നത് കണ്ടപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സറിഞ്ഞു. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കുട്ടിയെ, കരയുന്ന കുട്ടിയെ അവിടെ ഇട്ടിട്ട് പോകാൻ റസൂലുള്ളാഹിക്ക് മനസ്സ് വന്നില്ല. പതുക്കെ നബിതങ്ങൾ പോയി. അല്ലാഹു അക്ബർ, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അടുത്തിരുന്നു. എന്നിട്ട് ചരിത്രത്തിൽ പ്രസിദ്ധമായ വാക്ക് നബിതങ്ങൾ പറഞ്ഞു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ. ഒരു താളാത്മകതയിൽ ഒപ്പിച്ചിട്ട് അവനെ ചിരിപ്പിക്കുന്ന തരത്തിൽ തമാശ എന്നോണം, എന്ത് പറ്റി മോനെ, നിന്റെ കുഞ്ഞു പക്ഷി എന്താ സംഭവിച്ചത് എന്നൊക്കെ പറഞ്ഞ് അവനെ സമാധാനിപ്പിക്കുക. ഈ ഒറ്റ വാക്കിൽ നിന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ 100 കണക്കിന് മസ്തരകൾ ഇസ്തിംബാത്ത് ചെയ്തിട്ടുണ്ട് എന്ന് ചരിത്രഗ്രന്ഥങ്ങൾ കാണാം. അതാ ഞാൻ പറഞ്ഞ പ്രസിദ്ധമായ വാക്കുകൾ. യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ എന്ന് ചോദിച്ച് ആ കുട്ടിയെ ആശ്വസിപ്പിച്ച് ആ കുട്ടിയുടെ കരച്ചിൽ നിർത്തിയിട്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വന്നത്. ഈ കുട്ടി അപ്പോൾ 3 വയസ്സ്, ഈ പിന്നെ പക്ഷികളുമായിട്ടൊക്കെ കളിക്കുന്ന പ്രായം എന്ന് പറയുമ്പോൾ എന്തായാലും ഒരു 3 വയസ്സ് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. 3, 4, 5 വയസ്സുള്ള കുട്ടിയാണ്. ഈ കുട്ടിയുടെ വാപ്പ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഭയങ്കര ഇഷ്ടമായിരുന്നു. കുറച്ച് നാളുകൾ കഴിഞ്ഞ് ഈ കുട്ടി ഭയങ്കര രോഗിയായി, നല്ല രോഗം. അപ്പോൾ എല്ലാ ദിവസവും അബൂ തൽഹ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക് വരും. ഉമ്മു സുലൈമിനോട് കുട്ടി എങ്ങനെയുണ്ട് എന്ന് ചോദിക്കും. കുട്ടിയുടെ അവസ്ഥകളൊക്കെ പറയും. അദ്ദേഹം ഭയങ്കര വിഷമിക്കും. എന്നിട്ട് പിറ്റേന്ന് രാവിലെ ആകുമ്പോൾ ആ സഹാബി തിരിച്ചു പണിയിലേക്ക് പോകും. ഒരു ദിവസം ഈ സഹാബി പുറത്തിരിക്കുന്ന സമയത്ത് അന്ന് വൈകുന്നേരം ഈ കുട്ടി മരണപ്പെട്ടു പോയി. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുഞ്ചിപ്പിച്ച, ലാളിച്ച ഈ അബൂ ഉമൈർ എന്ന് പറഞ്ഞ കുട്ടി, അബൂ ഉമൈറാണ് ഈ കുട്ടി എന്നത് ഇബ്നു ഹിബ്ബാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ റിവായത്താണ്. ബാക്കി ഈ കുട്ടി മരിക്കുന്ന സംഭവം ആ ബുഖാരി, മുസ്ലിം ഒക്കെ റിവായത്ത് ചെയ്ത സഹിഹായ റിവായത്താണ്. ഈ കുട്ടി മരണപ്പെട്ടു പോയി. ഈ കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഈ കുട്ടി മരണപ്പെട്ടു പോയപ്പോൾ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ ബാക്കിയുള്ള വീട്ടിലുള്ള ആളുകളോട് പറഞ്ഞു, നിങ്ങൾ ആരും അബൂ തൽഹ റളിയല്ലാഹു അൻഹു വന്നാൽ ഈ കുട്ടി മരണപ്പെട്ടു പോയത് അദ്ദേഹത്തോട് പറയരുത്, ഞാനായിരിക്കും അദ്ദേഹത്തെ അറിയിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ ഈ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ സാധാരണയുള്ള രീതി, രാവിലെ സുബഹിക്ക് മുമ്പ് കുളിച്ച് വൃത്തിയായി പള്ളിയിലേക്ക് പോകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ നമസ്കരിക്കും. ശ്രദ്ധിച്ചേക്കണേ. എന്നിട്ട് പകലിൻ്റെ പകുതിയോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ കഴിയും. അതിനുശേഷം ഉച്ചയ്ക്ക് ലൊഹറിന് തൊട്ട് മുമ്പ് വീട്ടിലേക്ക് വരും, ലൊഹർ വരെ ഉറങ്ങും. ലൊഹർ നമസ്കരിച്ചിട്ട് ഭക്ഷണവും കഴിച്ചിട്ട് വീണ്ടും അദ്ദേഹം പണിക്ക് വേണ്ടി പോകും. ഏറ്റവും കൂടുതൽ സമ്പത്തുള്ള ഒരുപാട് തോട്ടങ്ങളുടെ മുതലാളിയായിരുന്നു അദ്ദേഹം. അങ്ങനെ പിന്നെ പണിക്ക് പോയാൽ ആ പണിയൊക്കെ കഴിഞ്ഞ് പിന്നെ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയി ഇശായും കൂടി നമസ്കരിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വരും. അന്ന് ഉമ്മു സുലൈം പറഞ്ഞു, എൻ്റെ മകൻ മരിച്ചു കേട്ടോ. മരിച്ചു, ഹോസ്പിറ്റലായി എന്നല്ല, പനി കൂടിയിട്ട് അഡ്മിറ്റാക്കാൻ പറഞ്ഞു എന്നല്ല, 103, 104, 105 പനിയുണ്ട് എന്നല്ല, അങ്ങനെയൊന്നുമല്ല, മരിച്ചു, ലോകത്ത് നിന്ന് വിട പറഞ്ഞു. ആ മകൻ മരിച്ചപ്പോൾ ഈ ഉമ്മ പറഞ്ഞു, നിങ്ങൾ ആരും അബൂ തൽഹയോട് പറയരുത്. അബൂ തൽഹയോട് പറയുന്ന ആൾ ആരായിരിക്കും? ഞാനായിരിക്കും അബൂ തൽഹയോട് മകൻ മരിച്ച കാര്യം പറയാമെന്ന് പറഞ്ഞു. എന്നിട്ട് ആ മകനെ ഒരു സ്ഥലത്ത് കിടത്തി ഉറങ്ങുന്നത് പോലെ, എന്നിട്ട് മകൻ്റെ മുകളിലേക്ക് ഇങ്ങനെ ഒരു വിരിപ്പ് വിരിച്ച് ഉറങ്ങുന്നത് പോലെ കിടത്തി. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പതിവ് പോലെ വീട്ടിലേക്ക് വന്നപ്പോൾ ഇവർ ഫഖറബത് ഇലൈഹി ആശ, നല്ല ഭക്ഷണമൊക്കെ കൊടുത്തു. ഏറ്റവും നല്ല ഭക്ഷണം ഉണ്ടാക്കി അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ഭക്ഷിപ്പിച്ചു. അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, എൻ്റെ മോൻ എങ്ങനെയുണ്ട്, ഇന്ന് അവൻ്റെ രോഗം എങ്ങനെയുണ്ട്? ആ സമയത്ത് ആ സ്ത്രീ പറഞ്ഞു, ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഏറ്റവും സമാധാനത്തോടുകൂടി ഇന്നാണ് അവൻ ഉറങ്ങിയത് എന്ന് പറഞ്ഞു. അല്ലാഹു അക്ബർ. ശരിയല്ലേ? ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടും വേദനയൊക്കെ ഉണ്ട്, ഇന്നവൻ നല്ല സമാധാനത്തോടു കൂടി ഉറങ്ങിക്കിടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഉമ്മയാണ് ഉമ്മ, അതിനെക്കുറിച്ച് നമുക്ക് പറയാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇത് കേട്ടിട്ട് അദ്ദേഹത്തിന് സന്തോഷമായി. അദ്ദേഹം നല്ല രീതിയിൽ ഭക്ഷണം കഴിച്ചിട്ട് അദ്ദേഹം വന്ന് കിടന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ പറയുക, ഞാൻ ഏറ്റവും നല്ല വസ്ത്രം അണിഞ്ഞു,
ആ ദിവസങ്ങളിൽ ഞാൻ ധരിച്ചിരുന്നതിൽ ഏറ്റവും നല്ല വസ്ത്രം ഞാൻ അണിഞ്ഞു. എന്നിട്ട് നല്ല രീതിയിൽ ഞാൻ സുഗന്ധം പൂശി. എന്നിട്ട് എൻ്റെ ഭർത്താവിൻ്റെ അടുക്കലേക്ക് ഞാൻ വന്നു കിടന്നു. എൻ്റെ ഈ സുഗന്ധവും നല്ല വസ്ത്രമൊക്കെ കണ്ടപ്പോൾ അദ്ദേഹത്തിന്, ഒരു ഭർത്താവിന് ഭാര്യയോട് തോന്നുന്ന ആഗ്രഹം എന്നോട് തോന്നി. ഞങ്ങൾ തമ്മിൽ ഭാര്യ ഭർത്തൃ ബന്ധത്തിലേർപ്പെട്ടു. സ്വന്തം മകൻ തൊട്ടടുക്കൽ മരിച്ച് ഒരു പുതപ്പിൻ്റെ അടിയിൽ മയ്യത്തായി കിടക്കുന്ന സമയത്താണിത്. ഇതൊക്കെ കഴിഞ്ഞ് പിറ്റേന്ന് രാവിലെ ആ മഹാൻ എഴുന്നേറ്റ് കുളിച്ച് റെഡിയായി പോകാൻ വേണ്ടി പോകുമ്പം ഈ ഭാര്യ അടുത്ത് വന്നിട്ട് സ്നേഹത്തോട് ചോദിച്ചു, അല്ല, നമ്മുടെ വീട്ടുകാരിൽ കുറച്ച് ആളുകൾ ഒരു സാധനം വേറൊരു വീട്ടുകാർക്ക് സൂക്ഷിപ്പ് മുതലായിട്ട് സൂക്ഷിക്കാൻ വേണ്ടി കൊടുത്തു എന്ന് വിചാരിക്കാം. എന്നിട്ട് അവർ പറഞ്ഞ സമയത്ത് അത് തിരിച്ചു ചോദിക്കാൻ വേണ്ടി വരുമ്പോൾ നമ്മൾ ആ സാധനം കൊടുക്കൂല എന്ന് പറഞ്ഞ് പിടിച്ചു വെച്ചാൽ അത് ശരിയാവോ? അല്ലേ? നമ്മൾ സൂക്ഷിക്കാൻ വേണ്ടി കടമായിട്ടൊരു സാധനം കൊടുത്തു എന്ന് വിചാരിക്കുക. പിന്നീട് നമ്മളത് ചോദിക്കാൻ വേണ്ടി പോകുമ്പോൾ അവരത് പിടിച്ചു വെച്ചാൽ അത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല, ശരിയല്ല, തിരിച്ചു കൊടുക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മകനെ കുറച്ച് നാളത്തേക്ക് ഒരു സൂക്ഷിപ്പ് മുതലായി അള്ളാഹു നമ്മുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലെ അള്ളാഹു അത് തിരിച്ചു ചോദിച്ചു. അപ്പോൾ നമ്മളും കൊടുക്കണ്ടേ? നമ്മളും അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിക്കണ്ടേ? അതുകൊണ്ട് നിങ്ങളുടെ മകൻ്റെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലം ആഗ്രഹിക്കണേ എന്ന സ്ത്രീ പറഞ്ഞു. ഞാൻ എപ്പോഴും ഉദ്ധരിക്കാറുള്ള നമ്മുടെയൊക്കെ ഷെയ്ഖ്, മൊറോക്കോ പണ്ഡിതൻ സയ്യിദ് അൽ കാമിലി ഹഫിളഹുല്ല, അദ്ദേഹം വലിയ പണ്ഡിതൻ. അദ്ദേഹം ഈ സംഭവം വിവരിച്ചിട്ട് പറയുക, ഇതെങ്ങാനും ബുഖാരിയും മുസ്ലിമും സഹീഹായ സനദോടുകൂടി ഉദ്ധരിക്കുന്ന സംഭവമല്ലായിരുന്നെങ്കിൽ ഞാൻ വിശ്വസിക്കൂല എന്ന്. ഇപ്പം ഞാനിത് വായിക്കുമ്പോൾ, ഞാൻ കല്യാണം കഴിഞ്ഞ് കുട്ടികളാകുന്നതിന് മുമ്പാണ് ഈ സംഭവം കേട്ടതെങ്കിൽ പെട്ടെന്ന് വിശ്വസിക്കും. പക്ഷേ ഇപ്പം എനിക്കും വിശ്വസിക്കാൻ പ്രയാസമുണ്ട്. സഹീഹായ സനദോടുകൂടി വന്ന സംഭവമല്ലായിരുന്നെങ്കിൽ ഞാനും വിശ്വസിക്കുമായിരുന്നു. ഒന്ന് ആലോചിക്കും, ഉമ്മയാണ് ഉമ്മ. അന്നത്തെ കാലത്ത് ഇന്നത്തെ കാലത്ത് ഉമ്മ തന്നെയല്ലേ? 9 മാസം കഷ്ടപ്പെട്ട് ചുമന്ന് മരണതുല്യമായ വേദന സഹിച്ചല്ലേ പ്രസവിക്കേണ്ടത്? അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രതിഫലം മാത്രം ആഗ്രഹിച്ചുകൊണ്ട് ആ മഹദി ക്ഷമിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് കൂലി കിട്ടണം. എന്നിട്ടോ മകൻ ഒന്ന് കണ്ണടച്ച്, ശബ്ദം കേൾക്കുന്ന പെണ്ണുങ്ങളുണ്ടെങ്കിൽ, സ്ത്രീകളുണ്ടെങ്കിൽ കണ്ണടച്ചൊന്ന് ആലോചിച്ച് നോക്കിയാൽ, 3, 4, 5 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടി മരിച്ചു കിടക്കുന്നു. കുട്ടിയുടെ മയ്യത്ത് തൊട്ടടുത്തുണ്ട്. ആ മരിച്ച വാർത്ത ആരറിഞ്ഞിട്ടുണ്ട്? ഉപ്പ അറിഞ്ഞിട്ടില്ല, പക്ഷേ ഈ പെണ്ണുങ്ങൾ അറിഞ്ഞിട്ടുണ്ടല്ലോ. പെണ്ണുങ്ങൾക്ക് അറിയാം. ആ അറിവോടുകൂടിയാണ് അവർ ക്ഷമിക്കുന്നതും അള്ളാഹുവിൻ്റെ അടുക്കൽ കൂലി ആഗ്രഹിച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതും. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഇത് സഹിക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന് ഭയങ്കര ബേജാറായി. അദ്ദേഹം കുറച്ച് ദേഷ്യത്തിൽ സംസാരിച്ചു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ തുടങ്ങിയ ദുആക്കളൊക്കെ പറഞ്ഞു. നേരെ ഓടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് വന്നിട്ട് വിഷമം പറഞ്ഞു, നബിയേ, എന്തായി കേൾക്കുന്നത്? എൻ്റെ മകൻ മരിച്ചു എന്ന്. അങ്ങേക്ക് അറിയാവുന്ന അബൂ ഉമൈർ ഇല്ലേ? അബൂ ഉമൈർ മരിച്ചു എന്ന്. സഹിക്കാൻ കഴിയുന്നില്ല നബിയെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനെ ചേർത്ത് പിടിച്ചു. നബി തങ്ങൾ അദ്ദേഹത്തെ സമാധാനിപ്പിച്ചു. നബി തങ്ങൾ ദുആ ചെയ്തു, ബാറകല്ലാഹു ലകുമാ ഫീ ഗാബിരി ലൈലതികുമാ, ഇന്നലെ രാത്രി നിങ്ങൾക്കിടയിൽ നടന്ന സംഭവത്തിൽ അള്ളാഹു ബറക്കത്ത് ചെയ്യട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദുആ ചെയ്തു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദുആയുടെ ബറക്കത്ത് കാരണം അന്നത്തെ ആ ബന്ധപ്പെടലിൽ ആ ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ വീണ്ടും ഗർഭിണിയായി. കൃത്യം 9 മാസം കഴിഞ്ഞു ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ നല്ല ഒരു ആൺകുട്ടിക്ക് വീണ്ടും ജന്മം നൽകി. പെറ്റ് വീണവാട്, ജനിച്ച് വീണവാട് അനസ് റളിയല്ലാഹു അൻഹുവിനോട് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹു പറഞ്ഞു, മോനെ, ഈ കുട്ടിയെ വേറെ ആരും പാല് കൊടുക്കുകയോ ഭക്ഷണം നൽകുകയോ ചെയ്യരുത്. ആദ്യമായിട്ട് ഈ കുട്ടിയെ കാണുന്നതും തൊട്ട് കൊടുക്കുന്നതും ആരായിരിക്കണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരിക്കണമെന്ന് പറഞ്ഞു. അനസ് റളിയല്ലാഹു അൻഹു രംഗം വിവരിക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ആയതോടനെ ഞാനൊരു തുണിയിൽ ഈ കുട്ടിയെയും പൊതിഞ്ഞുകൊണ്ട് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് പോയി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കയ്യിൽ ആ സമയത്ത് മൈസം, ഒരു ചൂട് വെക്കുന്ന ഒരു പ്രത്യേക ആയുധം ഉണ്ടായിരുന്നു നബിതങ്ങളുടെ കയ്യിൽ. കാരണം നബിതങ്ങൾ എന്തോ ഒരു പണിയിൽ ഇങ്ങനെ മശൂലായിരിക്കുന്ന സമയത്താണ് ഞാൻ അവിടെ എത്തുന്നത്. എന്നെ കണ്ടപാട് റസൂലുള്ള ചോദിച്ചു, ഉമ്മു സുലൈം പ്രസവിച്ചു അല്ലേ? സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. 9 മാസം മുമ്പാണ് ഈ സംഭവങ്ങളൊക്കെ കഴിഞ്ഞത്. പക്ഷെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തലയിൽ ഇപ്പോഴും അത് ഓർമ്മയുണ്ട്. 9 മാസം കഴിഞ്ഞ് ആ ഉമ്മു സുലൈമിൻ്റെ മറ്റൊരു മകൻ അനസ് റളിയല്ലാഹു അൻഹു ഒരു തുണിയിൽ എന്തോ ഒന്നിനെ പൊതിഞ്ഞു വരികയാണ്. ഇത് കുട്ടിയാണെന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൻ്റെ അനുയായികളിൽപ്പെട്ട സാധാരണ ഒരു സ്ത്രീയുടെ കാര്യം പോലും വ്യക്തമായി ഓർമ്മയുണ്ട്. അതുകൊണ്ടാണ് ചോദിച്ചത്, അനസല്ലേ ഇത്? ഉമ്മു സുലൈം പ്രസവിച്ചു എന്ന് തോന്നുന്നല്ലേ? റളിയല്ലാഹു അൻഹു സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങൾ പെട്ടെന്ന് തന്നെ ഫവള അൽ മൈസം, ആ മൈസം എന്ന് പറഞ്ഞ സാധനം താഴെ വെച്ചു. ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് പോയി. നബി തങ്ങൾ ആ കുട്ടിയെ മടിയിലേക്ക് വെച്ചു. നബി തങ്ങൾ മദീനത്തെ അജ്വയിൽ നിന്നുള്ള ഈത്തപ്പഴം ഉണ്ടല്ലോ, ആ ഈത്തപ്പഴം കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് അത് നബി തങ്ങളുടെ വായിലിട്ട് നല്ലോണം ഇങ്ങനെ ചവച്ചരച്ച് അതിനെ എന്താക്കി മയപ്പെടുത്തി. എന്നിട്ട് പതുക്കെ അത് ആ കുഞ്ഞിൻ്റെ വായിലേക്ക് നബി തങ്ങൾ ഇങ്ങനെ തുപ്പി ഇട്ട് കൊടുത്തു. അനസ് റളിയല്ലാഹു അൻഹു പറയാണ്, ആ കുട്ടി ഇങ്ങനെ പതുക്കെ ഇങ്ങനെ ചവച്ചരച്ച് അത് ഉള്ളിലേക്ക് നുണഞ്ഞിറക്കാൻ തുടങ്ങി. ആ കുട്ടിയുടെ
ആമാശയം ആദ്യമായി തുറക്കപ്പെട്ടത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തുപ്പലിന് വേണ്ടിയായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു. അതിലും വലിയ ഭാഗ്യം എന്താ കിട്ടാനുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ കുട്ടി ഇത്ര ചെറുതായിട്ടും ആദ്യമായി പോകുന്ന ഭക്ഷണമായിട്ടും വളരെ താല്പര്യത്തോടുകൂടി അതിനെ നുണഞ്ഞിറക്കുന്നത് കണ്ടിട്ട് ചിരിച്ചുകൊണ്ടൊരു തമാശ പറഞ്ഞു. കണ്ടില്ലേ, ഉൻളുറു ഇലാ ഹുബ്ബിൽ അൻസാരി തംറ, കണ്ട അൻസാരികളുടെ ഈത്തപ്പഴത്തോടുള്ള ഇഷ്ടം നിങ്ങൾ നോക്കിയേ എന്ന് പറഞ്ഞ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു തമാശയും കൂടി പറഞ്ഞു. അങ്ങനെ ആ കുട്ടിക്ക് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുള്ള എന്ന പേര് വിട്ടു. അബ്ദുള്ള എന്ന പേര് വിട്ടു. ഈ സ്ത്രീയുടെ ഈ ക്ഷമയുടെ ബറക്കത്ത് കൊണ്ട് പിന്നീട് എന്തുണ്ടായി? ഈ അബ്ദുള്ളക്ക് 10 ആൺകുട്ടികൾ ജനിച്ചു. എത്ര ആൺകുട്ടികൾ ജനിച്ചു? 10. റസൂലുള്ളാഹി ബറക്കത്ത് ചെയ്യണമെന്ന് പറഞ്ഞ് ദുആ ചെയ്തല്ലോ. ഈ 10 ആൺകുട്ടികളിൽ മുഴുവൻ ആളുകളും ഖുർആൻ വാഹകരായിരുന്നു. ഖുർആൻ അറിയുന്നവരും ഖുർആൻ പഠിപ്പിക്കുന്നവരും ഹാഫിളുകളുമായിരുന്നു. ഈ 10 ആൾക്കാരിൽ 4 or 5 പേര് വലിയ 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 ഹദീസിൻ്റെ പണ്ഡിതന്മാരായിരുന്നു. ഇമാം മാലിക് റഹിമഹുല്ലാഹ് ഇല്ലേ, മദീനത്തെ പണ്ഡിതൻ, അദ്ദേഹത്തിൻ്റെ ഉസ്താദന്മാരിൽപ്പെട്ടവരായിരുന്നു 4 പേര്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ബറക്കത്ത് നോക്കി. ഒരു സ്ത്രീയുടെ ക്ഷമ, ആ ക്ഷമയിലുണ്ടായ ബറക്കത്ത് അത് വലുതാണ്. അതിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടാക്കി. അത് നമുക്കൊക്കെ വലിയ പാടാണ്. ഇൻഷാ അല്ലാഹ് അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിൻ്റെ ഒരു സംഭവം ഇനി പറയാനുണ്ട്. അതിനുശേഷം ഉഹദിൻ്റെ രണാങ്കണത്തിൽ വീരചരിതം കുറിച്ച, വലിയ പോരാട്ട വീര്യം കാഴ്ചവെച്ച ഒരു സ്ത്രീയെക്കുറിച്ചും നമുക്ക് പറയാനുണ്ട്. ആരെക്കുറിച്ച് പറയാനുള്ളത്? ഒരു സ്ത്രീ. ആ സ്ത്രീയെക്കുറിച്ച് പറയാതെ ഉഹദിൻ്റെ വാർത്തയെ നമുക്ക് പൂർത്തിയാക്കാൻ കഴിയില്ല. അടുത്ത ക്ലാസ്സിൽ പറയാം ഇൻഷാ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാട്ടെ. അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടി ആളുകളെ ഒപ്പിച്ചിട്ട് വരണം ഇൻഷാ അല്ലാഹ്. എല്ലാവരും ആവേശത്തോടു കൂടി വരാം. അല്ലാഹു ഖബൂലാക്കട്ടെ. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക